السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحج أشهر معلومات، فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج، وما تفعلوا من خير يعلمه الله، وتزودوا فإن خير الزاد التقوى، واتقون يا أولي الألباب. الله جل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا وضراء همومنا. آمين يا رب العالمين. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു, അതായത് ബലവത്തായി ഉപദേശിക്കുന്നു. അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളും പൂർണ്ണമായും വിട്ടുന്നുകൊണ്ട് നിർബന്ധ കൽപ്പനകൾ പൂർണ്ണമായും ജീവിതത്തിൽ പ്രാപ്തമാക്കി സുന്നത്തായ കർമ്മങ്ങൾ കഴിയുന്നത്ര ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ഏകനായ ആരാൻഗർഹനായ സർവനാമ ഗുണവിശേഷങ്ങളോടുമായ പടച്ച തമ്പുരാൻ്റെ വിധിൻ്റെ കൽപ്പനകൾ വിരോധിച്ച കാര്യങ്ങളും പൂർണ്ണമായും വിട്ടുന്നുണ്ട് നിർബന്ധ കർമ്മങ്ങൾ പൂർണ്ണമായും ജീവിതത്തിൽ പ്രാപ്തമാക്കി സുന്നത്തായ കർമ്മങ്ങൾ കഴിയുന്നത്ര കൊണ്ടുവന്ന് സൂക്ഷിച്ച് ജീവിച്ച് മാതൃകയായി ജീവിക്കുവാൻ അള്ളാഹു നമ്മവർക്കും തൗഫീഖ് മാറട്ടെ. അതിൻ്റെ ഫലമായി നമ്മളെ എല്ലാവരെയും അള്ളാഹു തആല, മുസ്ലിമീങ്ങളെല്ലാവരെയും അള്ളാഹു തആല നരകത്തിൽ പ്രവേശിപ്പിക്കാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. പതിവായി നമ്മൾ ചെയ്തു വരുന്ന ഒരു അമലാണ് എന്ത്? സുബ്ഹി നമസ്കാരാനന്തരം നമ്മളെ പള്ളിയിൽ നിന്നുകൊണ്ട്, പള്ളിയിൽ ഇരുന്നുകൊണ്ട് ദിക്റുകൾക്ക് ശേഷം നമ്മുടെ ഇമാമ് നമുക്ക് ഖുർആൻ പാരായണം ചെയ്തു വരികയും ഹിസ്ബ് പ്രകാരം, അതായത് നെറ്റിനോട് നീട്ടി മണിച്ച് ഉന്നത്തി പ്രകാരം പിന്നെ തകന്ന ഫലൈസ പിന്നെ അങ്ങനെയല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നീട്ടി മണിച്ച് ഓതാത്തവൻ നമ്മിൽ പെട്ടവനല്ല. അങ്ങനെ നീട്ടി മണിച്ച് ഓതുന്ന അതിൻ്റെ രൂപം നമുക്ക് ആദ്യം ഉസ്താദ് ഓതുകയും പിന്നെ നമ്മൾ ഓതുകയും ചെയ്തുകൊണ്ട് ആ പതിവ് നിലർത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഏകദേശം 60 മണിക്കൂറോളം അങ്ങനെ നമ്മളവിടെ ഇരിക്കുകയും പിന്നീട് ഒന്നോ രണ്ടോ ആയത്തുകൾ ശരിക്കുകയും ഒന്നോ രണ്ടോ ഹദീസുകൾ ശരിക്കുകയും പിന്നീട് ഏതാനും ആയത്തുകൾ ഓതി അതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ടും വിശദീകരണം പറഞ്ഞുകൊണ്ടും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പതിവ് നമ്മളിലുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം അവിടെ നമുക്ക് അനുവാദമില്ല. കാരണം വെള്ളിയാഴ്ച അവിടെ ക്ലീനിങ് ആവശ്യമാണ്. പള്ളിയും തട്ടിക്കൊട്ടി വൃത്തിയാക്കേണ്ട കാരണത്താൽ അത് ഒഴിഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് മറ്റൊരു പള്ളിയിൽ വെച്ചിട്ടാണ് നാം അത് നടത്തി വരാറുള്ളത്. സെൽഫി മസ്ജിദ് പെരുമ്പഴാണ്. അപ്പോൾ അതിനായാണ് നമ്മളുടെ ഒരുമിച്ച് കൂടിയുള്ളത്. എന്താണ് ഇത്ര ആവശ്യമത്? ഖുർആൻ ഹദീസ് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അർത്ഥമില്ലാതെ നമ്മൾ ഓതി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഓതുന്നത് നമുക്കറിയില്ല. അതിന് തെളിവ് വിശ്വാസം പറയുകയുണ്ടായി, തലബുൽ അൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമ. ഇൽമ് പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും ആളുപെണ്ണിൻ്റെ മേൽ നിർബന്ധമാകുന്നു എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷക്കാലം സഹാബിമാരെ 5 വക്ത് നമസ്കാരം പോലും നിർബന്ധമാക്കുന്നതിന് മുമ്പ്, മക്ക ഹിജ്റക്ക് മുമ്പ്, മക്ക ജീവിതത്തിൽ 13ാമത്തെ വർഷമാണല്ലോ ഇസ്രാ മിഅ്റാജ് ഉണ്ടായി നമുക്ക് നിർബന്ധമാക്കുന്നത്. 5 വക്ത് നമസ്കാരങ്ങൾ, അതുവരെ 5 വക്ത് നമസ്കാരം നിർബന്ധമാക്കുന്നു. ആദ്യമായി ഇസ്ലാം കാര്യത്തിൽ എണ്ണി ചൊല്ലുന്നത് ഷഹാദത്താണ്. രണ്ടാമതായി നമസ്കാരമാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ ആദ്യം ഷഹാദത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിന്നീട് അമലുകൾ ചെയ്യാൻ ഷഹാദത്ത് നമ്മൾ എന്തെങ്കിലും പ്രതിജ്ഞ എടുക്കാനുള്ള എന്താണ് ഷഹാദത്ത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കനായി മറ്റാരുമില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സാ വാച കർമ്മ സ്വീകരിക്കുക. ആ വാചം പറയുകയും ചെയ്യാം. അതാണ് എന്ത്? ഷഹാദത്ത്, ഒന്നാമത്തെ ഷഹാദത്ത്. രണ്ടാമത്തോ വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണെന്ന് ചെയ്യാം, സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയെ പിൻപറ്റി ജീവിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ. ഇങ്ങനെ നമസ്കരിക്കാൻ പഠിപ്പിച്ചെന്നു അങ്ങനെ നമസ്കരിക്കും. മുമ്പ് വെക്കാൻ പഠിപ്പിച്ചെന്ന പോലെ മുമ്പും, ഹജ്ജ് ചെയ്യാൻ പഠിപ്പിച്ചെന്ന പോലെ ഹജ്ജ്. എല്ലാ കർമ്മങ്ങളും പുണ്യം കെട്ടണം, സ്വർഗത്തിൽ കിടക്കാൻ ആവശ്യമായ എല്ലാ കർമ്മങ്ങളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അത് സാഹിബിനും പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാത്രം ഷൈൻ ഖരീബുൻ ഇലല്ലാഹി തആല ഇല്ലാ ഖദ് അമർതും ബിഹി, അള്ളാഹുവിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന ഒരു കാര്യം അത് പഠിപ്പിക്കാതെ വിട്ട് കളഞ്ഞിട്ടില്ല, എല്ലാം പൂർത്തിയാക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നത്തെ ദിവസം നമുക്ക് ദീനെ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ഹജ്ജത്തുൽ വദാ അവസാനം നമുക്ക് പഠിപ്പിച്ചെന്ന് ഹജ്ജാണല്ലോ. ഹജ്ജ് എന്നെ സംബന്ധിച്ച് പറഞ്ഞു ഖുദൂ മനാസിക്കും മിനി, ഹജ്ജ് കർമ്മം എന്നിൽ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. വെറുതെ അമലുകളൊക്കെ തന്നെ അവിടെ വെച്ച് നമുക്ക് പൂർത്തിയാക്കി തരണം. പിന്നെ വിശ്വാസം ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ജീവിച്ചത്, 82 ദിവസമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ദീൻ പൂർത്തിയാക്കി തന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നത്. അക്കാര്യം എന്ത് ചെയ്യണം? നമ്മൾ ഓർക്കണം. ഇനെന്ത് വേണ്ട? അതിലൊന്നും കൂട്ടിച്ചേർക്കേണ്ട, ഒന്നും കുറക്കും വേണ്ട. നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ ഓതാറുണ്ട് എന്ത്? സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ പാതിൽ നീ ഞങ്ങളെ വഴിച്ചേർക്കണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കോപ്പിക്കപ്പെട്ട പാതയില്ല. ആരെ കോപ്പിക്കപ്പെട്ട? ജൂത ക്രിസ്ത്യാനികൾ, ഇസ്രായേൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന യഹൂദികൾ, നസ്രാണികൾ. അവരെങ്ങനെ കോപ്പിക്കണം? കാരണം ഉള്ള കാര്യങ്ങൾ വെട്ടി ചുരുക്കി ഇല്ലാത്ത കാര്യം കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് കോപ്പിക്കപ്പെട്ടവരായി അവരെ പാതയല്ല. അപ്പം അത് നമുക്കും പാടില്ല, ശേഷവും പാടില്ല. ഉള്ളത് വെട്ടി ചുരുക്കാനും പാടില്ല, ഇല്ലാത്ത കൂടിച്ചേർക്കാനും പാടില്ല. അതാണ് ഷർറുൽ ഉമൂർ എന്ന് ഖുതുബക്ക് മുമ്പ് പറയാറുണ്ട്. അത് കാരണം ഷർറായിട്ട് നിങ്ങൾ എന്താണ് അത് പുതുതായി നിർമ്മിച്ചുണ്ടാക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഉണ്ടാക്കുക. ജന്മദിനം കൊണ്ടാടുക. സമസ്ത പള്ളിയിൽ പോയി നമുക്ക് കാണാം, നമസ്കാരത്തിന് ശേഷം തിരിഞ്ഞു കൊണ്ട് ഇമാമ് ദുആ ചെയ്യുക, മോമിൻ ആമീൻ പറയുക. എന്ന് മരിച്ചയിടത്ത് പോയി ദിക്ർ
ഖുർആൻ പാരായണം നടത്തുക, മയ്യത്തുണ്ടാവും അവിടെ മയ്യത്തെടുക്കുന്നതിന് മുമ്പ്. അതേപോലെ തന്നെ അവിടെ ഒരാൾ ദ്വാരക്കുക, മറ്റൊരു ആമീൻ പറയുക, ദിക്ർ കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുക. ഇങ്ങനെ ഒരുപാട് ആ മയ്യത്ത് നിസ്കാരത്തിന് ശേഷം കൊണ്ടുവന്ന് വെച്ചാൽ ചിലർക്ക് സലാത്ത് ചൊല്ലുക, മറ്റുള്ളവർക്ക് വരാളും അല്ലെ ഖുൽ ഹുവല്ലാഹു ഓതുക. ഇതൊന്നും നബി പഠിപ്പിച്ചൊന്നുമില്ല. മയ്യ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പാപം പുറത്തു പ്രാർത്ഥിക്കാം. നമുക്ക് മയ്യസ്കാരം അത് തന്നെയാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്കിങ്ങനെ അവസ്ഥ ഉണ്ടല്ലോ എന്ന് കരുതി മിണ്ടാതെ നമ്മൾ ഖേദിച്ച് വർത്താനം പറയാതെ പേടിച്ച് നമുക്കൊരവസ്ഥ ഉണ്ട്, വരാൻ പോകുന്നുള്ള ഭയപ്പാട് മനത്ത് ഓർത്തുകൊണ്ട് പോവുക. അങ്ങനെ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പള്ളി ആയിരുന്നില്ല, അങ്ങനെ മുസല്ലേ പെരുന്നാൾസ്കാലത്ത് മയ്യസ്കാലത്തൊക്കെ അവിടെ കൊണ്ടുവച്ച് നമസ്കരിച്ച് ഖബറടക്കം ചെയ്യപ്പെടുന്നു. അങ്ങനെ ഖബറടക്കം ചെയ്യപ്പെട്ട നമുക്കിവിടെ കാണാം തബാറക്ക് ഓതുന്ന സമ്പ്രദായം. അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ നിമിഷം പഠിപ്പിച്ചു തന്നിട്ടില്ല. തബാറക്കം ജീവിതകാലത്താണ് ഓതേണ്ടത്. അത് ഉപദേശങ്ങളാണ് ഖുർആൻ മുഴുവനും നമുക്കുള്ളത്. അർത്ഥങ്ങൾ വായിച്ച് പഠിക്കണം. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഒരാൾ ഒരു എഴുത്ത് കൊണ്ടുവരും. സമസ്ത ഖബറടങ്ങി പോയ മയ്യത്ത് കടമ്പുഴക്ക് അടിയിൽ വെച്ചു കൊടുക്കും. അതെന്താണ്, 2 മലക്കുകൾ വരും, ചോദ്യം ചെയ്യും, ഇന്ന ഉത്തരം പറഞ്ഞു അറബിയിൽ എഴുതിയാണ്ട് വെച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് മൂടലൊക്കെ വെച്ചിട്ട് അവസാനം എന്ത് ചെയ്യുന്നു, മണ്ണൊക്കെ കിട്ടിയതിന് ശേഷം ഒരു ഫാത്തിഹ ഓതിയാണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, പൈസ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ ഇരുത്തിയിട്ട് കുറച്ച് ആളുകൾ മുസ്ലിയാക്കന്മാരെ വിളിച്ചിരുത്തി ഖുർആൻ ഒരാഴ്ച 5 ദിവസമോ 40 ദിവസമോ ഒരു പേരൊക്കെ കെട്ടിയിട്ട് ആ ഖുർആൻ മുറിയാതെ ഓതുക. ഈ സമ്പ്രദായങ്ങളൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. എന്താണ് കാരണം? അതാണ് ബിദഅത്ത്. ദീനില്ലാത്ത കാര്യങ്ങളാണ്, റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത കാര്യം എന്ത് തന്നെ ആയാലും ശരി, പുണ്യമാണ് നിർദ്ദേശം നമ്മൾ ചെയ്താൽ അതാണ് ബിദഅത്ത്. ബിദഅത്ത് വലാലത്തിന് വഴിച്ചു മാർഗമാണ്, നരകത്തിലേക്കുള്ളതാണ്. ബിദഅത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ യഖ്ബലുല്ലാഹു, അള്ളാഹുത്തിന് സ്വീകരിക്കില്ല. സാഹിബ് വിദഅത്തുകാരിൽ നിന്ന് സർഫുമല്ല, ഫർളും സുന്നത്തുമായ അമലും സ്വീകരിക്കില്ല. നമ്മൾ അമലുകളൊക്കെ സ്വീകരിക്കണമെങ്കിൽ വിദഅത്ത് ചെയ്യാത്തവരായിരിക്കണം. വിദഅത്ത് ചെയ്തുകൊണ്ടാണ് നമ്മൾ അമൽ ചെയ്യുന്നതെങ്കിൽ ആ അമൽ അള്ളാഹ് സ്വീകരിക്കൂലെന്ന്. മറ്റൊന്നോ, ഇനി ചില വിദഅത്ത് ചെയ്യാൻ ശിർക്ക് എത്തിപ്പെടും. ശിർക്ക് എന്നാൽ എന്താ? ആരാധന മുഴുവൻ അള്ളാഹുവിന് അർപ്പിക്കുക. നേർച്ചകൾ, അതേപോലെ വഴിപാടുകൾ, പ്രാർത്ഥനകൾ ഒക്കെ തന്നെ അള്ളാഹുവിന് അർപ്പിക്കലാണ് ശിർക്ക്. ആരാധനകൾ എന്തൊക്കെയുണ്ട്? സുജൂദുകൾ, സങ്കടം പറയൽ, പാപമോചനം തേടലുകൾ, മറഞ്ഞ സഹായഭ്യർത്ഥനകൾ, ഇതൊക്കെ എന്താവുന്നു? നമസ്കാരം, നോമ്പ്, ഹജ്ജ്, ഇതൊക്കെ എന്താവുന്നു? അത് ഇബാദത്താവുന്നു. ഇബാദത്തിന് അർഹനാരാണ്? അള്ളയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധിക്കാനായി മറ്റാരുമില്ല. അപ്പോൾ ഈ ഇബാദത്തിൽപ്പെട്ട് എന്തെങ്കിലും ഒന്ന് സത്യം ചെയ്യുക, അള്ളാഹിൻ്റെ പേരിൽ നമ്മൾ സത്യം ചെയ്യാവൂ, വേറെ ആരും വേണം സത്യം ചെയ്യാൻ പാടില്ല. അങ്ങ് ചെയ്താൽ ഓം കാഫിറായില്ലെങ്കിൽ മുശ്രിക്കായി. ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ ദുആ, ആരാധന, ബദിയങ്ങൾ രക്ഷിക്കാനെ മുദീശയ്ക്കൊക്കെ ആക്കണേ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാലോ കാഫിറായി അല്ലെങ്കിൽ മുശ്രിക്കായി. മുത്തമ്പിയെ പാപം തീർച്ചയാണേ, ഇത് പാപം തേടിയാലോ കാഫിറായി മുശ്രിക്കായി. കാരണം അതൊക്കെ ആരാധനകളാണ്. ബദിയങ്ങൾ രക്ഷിക്കാനെ മുദീശയ്ക്കൊക്കെ ആക്കണേ, ഇന്നിങ്ങനെ നിനക്ക് മറഞ്ഞ നിനക്ക് സാഹിബ് തേടിയാലോ അപ്പോൾ മുശ്രിക്കായാലും കാഫിറായി. നേർച്ചകൾ അർപ്പിച്ചു ബദിയങ്ങൾ പേരിൽ, പോത്തിന് നേർച്ചയാക്കി, എന്നിട്ട് ബദിയങ്ങൾ പേര് അർത്തു, അപ്പോഴും എന്തായി? ശിർക്കായി. കാരണം എന്താ? ഇതൊക്കെ ആരാധനകളാവുന്നു. ആരാധനക്കാരൻ അള്ളാഹു ആവുന്നു. അള്ളാഹുവിൻ്റെ പേരിൽ നേർച്ചയാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പേരിൽ നടക്കേണ്ടത്, അള്ളാഹുവിനായിരിക്കണം എന്നോടായിരിക്കും പാപം തേടേണ്ടത്. അള്ളാഹ് ചോദിച്ചു മഗ്ഫിറത്തുൻ ഇല്ലല്ലാ, അള്ളാഹ് അല്ലാതെ പാപം പൊറുക്കുക ആരുമില്ല. ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നഹു ലാ യഗ്ഫിറു ഇല്ലാ അൻത, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അല്ല പാപം പൊറുക്കില്ല. അസ്തഗ്ഫിറുഹ്, അവനോട് പാപം തേടുക. ഇങ്ങനെ പാപം തേടേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവെ പുറത്തേരുന്നു, അള്ളാഹുവെ പുറത്തേരുന്നു. ഇതൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിനോടല്ലാതെ നബിയെ ശാപത്തിന് ചെയ്തില്ല, പാപം തേടിയില്ല. നിനക്ക് മറന്നൊരു സഹായിപ്പേർത്തൻ ജിന്നിനോടും മലക്കിനോടും ഒന്നും തേടിയിട്ടില്ല. കാരണം ജിന്നും മലക്കും ജീവിച്ചിരിക്കുന്നവരല്ലേ. ഇസ്ലാമിനോട് എന്ത് ചെയ്യുന്നു? രക്ഷ തേടിയിരുന്നു ക്രിസ്ത്യാനികൾ, പാപവും തേടിയിരുന്നു. അത് വിമർശിക്കുകയല്ലേ ഉണ്ടായത്? പ്രവാചകനല്ലേ മൂസാ നബി ഇസ്ലാം, ജീവിച്ചിരിക്കുന്നുണ്ട് ആകാശത്ത്. അപ്പോൾ എന്തല്ല അത് ശിർക്കാണ്. അത് ശിർക്കാണ്, ചെയ്യരുത്, അത് വിരോധിക്കുകയുണ്ടായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ?
ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരും ഐസാ നബി ഇസ്ലാമിൻ്റെ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പാപ്പം എന്ത് ചെയ്യുന്നു, മോഹൻ തേടിക്കൊണ്ടിരിക്കുന്നു, സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബിംബം വെച്ചിട്ടും ബിംബം വെക്കാതെയും. ബിംബം വെച്ചാലും ശരി, ബിംബം വെച്ചിട്ടില്ലെങ്കിൽ ശരി. നമ്മളെ നാട്ടിൽ ചില മഹാന്മാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഖബറുകളുണ്ടാക്കി, ജാരങ്ങളുണ്ടാക്കി, നേർച്ചകൾ കഴിച്ച് അവരോട് സങ്കടം പോയ ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. ബിംബങ്ങൾ ഉണ്ടാക്കില്ല. ബിംബം എന്ന് വെച്ചാൽ എന്തല്ല, അറബികൾ ബിംബങ്ങൾ ഉണ്ടാക്കി ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഇപ്പം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോടാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോട് പ്രാർത്ഥിക്കുന്നത്. ഇത് അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? അവർ ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ബിംബം ഉണ്ടാക്കി, ഇപ്പം ഞാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്നോടാണ് പ്രാർത്ഥിക്കുന്നത്. അല്ല ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ബിംബം ഉണ്ടാക്കി ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോട് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന അഡ്രസ്സിന് വേണ്ടിയിട്ടാണ് ബിംബങ്ങൾ ഉണ്ടാക്കിയത്. എന്നല്ല ആ കല്ലിനോടല്ല പ്രാർത്ഥിക്കുന്നത്. സമസ്തക്കാർ പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നു, മനുഷ്യ മഹാന്മാരോടാണ് എന്ത് ചെയ്യുന്നത്, രക്ഷ അഭ്യർത്ഥിക്കുന്നത്. അറബികൾ ചെയ്യുന്നതാണ് അവർ ചെയ്തിരുന്നത്. അവർ ബിംബങ്ങളോടായിരുന്നു, കല്ലുകളോടായിരുന്നു. അതല്ല വിഷയം. കല്ലുകൾ എന്തിനു വെച്ചു? തിരിച്ചറിയാൻ വേണ്ടി, അഡ്രസ്സിന് വേണ്ടിയിട്ട് വെച്ചതാ, എന്നല്ല കല്ലിനല്ല. ഞാനിപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്മായിൽ നബി ഇസ്ലാമിനോടാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് പാപം തേടുന്നത് എന്ന അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിംബങ്ങൾ വെച്ചിട്ടുള്ളത്. എന്നല്ലാതെ എന്തല്ല ആ മഹാനെ പ്രതിനിധിച്ചു കൊണ്ടാണ് എന്നുള്ളത് ബിംബം വെച്ചിട്ടുള്ളത്. എന്നല്ല കല്ലിനോട് ചോദിക്കല്ല. നമ്മളോടൊക്കെ പറയും ഇക്കാര്യം പറയുമ്പോഴേ, തൗഹീദ് ശരിക്കും പറയുമ്പോഴേ അവർ പറയും എന്തേ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, സഹായം ചോദിക്കുന്നത് അത് ഇസ്തിഹാസയാണ്. ഇത് ആയിക്കോട്ടെ, നിങ്ങൾ സഹായം ചോദിക്കും, ഇസ്തിഹാസ എന്ത് അള്ളാഹിൻ്റെ റസൂലും പഠിപ്പിച്ചെന്നുണ്ടാ? ഇല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരാത്ത അനുഷ്ഠിക്കാത്ത ഒരു ഇബാദത്തും പിന്നുള്ളവർ അനുഷ്ഠിക്കാത്തതില്ല സാഹിബന്മാർ ഉണ്ടാക്കും പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും ആദ്യം ചെയ്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് എല്ലാ പുണ്യകർമ്മങ്ങളും പിന്നെ സാഹിബന്മാർ പഠിപ്പിച്ചു കൊടുത്തു. അത് നബി സാഹിബ് ഉപയോഗിച്ച മാർഗം അത് സ്വീകരിക്കാനാണ് നമ്മൾ പറഞ്ഞത്. അതിൽ പെടാത്ത മാർഗം എന്ത് ചെയ്യുന്നു? ഷിർക്കിൽപ്പെടും, ബിദഅത്തിൽപ്പെടും. എല്ലാ ഷിർക്കുകളും എന്താകുന്നു? ബിദഅത്താവുന്നു. എന്നാൽ എല്ലാ ബിദഅത്തും ഷിർക്കല്ല. അപ്പം അതുകൊണ്ട് തന്നെ വിശ്വാസം ഷർഉമൂർ മുഹ്ദസതുഹ, മതകാലം ഷർറായ കാര്യം പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാണ്. പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യം ഒന്നുകിൽ എന്ത് ചെയ്തു എന്തായിരിക്കും? അത് ബിദഅത്താവും. പുതിയ ബിദഅത്താവുന്നു. ബിദഅത്ത് എന്താവും? ഒന്നുകിൽ അത് ഷിർക്ക് വരും. ചിലത് ഷിർക്ക് വരില്ല, അല്ലാത്ത ബിദഅത്തുകളുണ്ട്. ഉദാഹരണം നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങനത്തെ ഈ ഷിർക്ക് ചെയ്ത ഗുണം, അപകടം, ഷിർക്ക് ചെയ്തു പോയി മരണപ്പെട്ട ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിൻ്റെ കലാകാലം നരകമായിരിക്കും. ഷിർക്ക് ചെയ്തിട്ടില്ല, വേറെ കുറേ പാപങ്ങൾ ചെയ്തു മനുഷ്യൻ മരിച്ചുപോയി എന്നിരിക്കട്ടെ, അള്ളാഹ് പുറത്തും കൊടുത്തില്ല എന്നിരിക്കട്ടെ, ഷിർക്കല്ലാത്തെല്ലാം പാപം ചെയ്തു എങ്കിലും കുറേ നാൾ നരകത്തിട്ട് അവസാനമെങ്കിലും എന്ത് ചെയ്യും? സ്വർഗത്തിൽ കയറ്റും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ വിശ്വാസം ഉറച്ചുകൊണ്ട് മരപ്പെടുകയാണെങ്കിൽ അതാണ് തൗഹീദിന് ശരിക്കും വ്യത്യാസം. തൗഹീദോട് ഉപയോഗിച്ചാൽ എത്ര പാപം ചെയ്താലും ശരി ഒന്നീ അള്ളാഹുവിനെ പുറത്തു കൊടുക്കും, അതല്ലെങ്കിലോ നരകത്തിൽ ശിക്ഷിച്ച് അവസാനമെങ്കിലും സ്വർഗത്തിൽ കയറ്റും. ശിർക്കോട് കൂടി മരണപ്പെട്ടാലോ എത്ര അമൽ ചെയ്താലും ശരി അതെല്ലാം ബാത്തിലാക്കളയും, ബാത്തിലെ പോവും, ഒരു കാലത്തും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല. അപ്പം എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്? തൗഹീദ് എന്ന് പറഞ്ഞാൽ ആരാധനകൾ മുഴുവനും ഈ പറഞ്ഞ കാര്യങ്ങൾ, വൈബ്യ സഹായപ്രത്യങ്ങൾ, പാപമോന്തേട്ടങ്ങൾ, നേർച്ചകൾ, വഴിപാടുകൾ, സത്യം ചെയ്യൽ ഒക്കെ തന്നെ, അറിവുകൾ ഒക്കെ തന്നെ, പാപമോന്തേടകളൊക്കെ തന്നെ അള്ളാഹുവിനോടായിരിക്കുക. മറഞ്ഞ നിലയ്ക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് വൈബ് ഞാൻ പറഞ്ഞത്. ഞാൻ കാണാത്ത നിലക്ക്, മറഞ്ഞ നിലക്ക്, ശബ്ദം കൽപ്പിക്കാതെ, ടെഹ്നും കൂടി അല്ലാത്ത നിലക്ക് എല്ലാ ഇടപാടുകളും അള്ളാഹുവിനാക്കുക. അതാണ് ഇബാദത്ത്. അദ്ദുആ ഇബാദ. നബി പറയുണ്ടായി, ദുആ പ്രാർത്ഥന അത് ആരാധനയാവുന്നു. ആരാധനക്കാരൻ അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതല്ല നബി സ്വല്ലല്ലാഹു ആദ്യം തന്നെ പ്രഭാവം അയ്യുനാസ്, ജനങ്ങളെ കുലു പ്രഖ്യാപിക്കും എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഇല്ലാതെ ആരാധനക്കാരൻ മറ്റാരുമില്ല. അവരെന്ത് ചെയ്യുന്നു? അള്ളാഹുള്ളവർക്ക് ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അവർ ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഇസ്മായിൽ നബി ഇസ്ലാം നേർച്ച അർപ്പിച്ചുകൊണ്ട് അവരുടെ രക്ഷ അഭ്യർത്ഥിച്ചുകൊണ്ട്, പിന്നെ ഈസാ നബി ഇസ്ലാമിന് പാപം നേടിക്കൊണ്ട് മലക്കുകളും ജിന്നുകളും ഒക്കെ തന്നെ അത് കാണുന്നില്ലല്ലോ, കാണാത്തല്ലേ. അള്ളാഹിനെ നമ്മൾ കാണില്ല, മലക്കും ജിന്നും കാണില്ല. കാണാത്ത നിലക്കുള്ള സാഹിബർദ എന്താവുന്നു? അത് ആരാധനയാവുന്നു. അപ്പോൾ ആ ആരാധന ആര് ചെയ്യുന്നു? അവർക്ക് അർപ്പിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പം അതെന്ത് ചെയ്യുന്നു? ഒരു ഇലാഹുമില്ല അള്ളാഹു ഒഴികെ, അർഹനായി അള്ളാഹുല്ല മറ്റാരില്ല. അതൊക്കെ നിർത്തിങ്ങൾ അള്ളാഹു മാത്രം ആരാധിക്കുക.
എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു, പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ കുറേ ആൾ വിശ്വസിച്ചു, കുറേ ആൾ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അങ്ങനെ അതാണ്. അപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ആരാധന മുഴുവൻ അല്ലാഹുവിനെ അർപ്പിക്കുക, തൗഹീദ്. ആരാധനപ്പെട്ട എന്തെങ്കിലും ഒന്ന് മുഴുവൻ വേണ്ട, എന്തെങ്കിലും ഒന്നുകിൽ നേർച്ചകൾ, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ മുത്തിവേ പാമ്പുറത്തേടമേ, അതൊക്കെ എന്താവുന്നു? വിദഅത്താണ്, ശിർക്കുമാണ്. മനസ്സിലായ? ഞാൻ മര്യാദ എന്താണ്? വിദഅത്താണ്, ശിർക്കുമാണ്. ഇന്നിപ്പോൾ ഈ മൗലൂദ്, റാത്തി, ഹദ, കുത്തുബിയത്ത് ഒക്കെ തന്നെ അള്ളാഹു റസൂൽ പഠിപ്പിച്ചതല്ല. ഇതൊക്കെ എന്താവുന്നു? ഒന്നാമത്തത് ബിദഅത്താണ്, രണ്ടാമത്തോ അത് ചിലത് ശിർക്കുള്ളതുമുണ്ട്. അപ്പോൾ ബിദഅത്തുകൾ, അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശിർക്കുകളൊക്കെ വരുന്ന രീതിയിലൂടെയാണ്, ബിദഅത്തിലൂടെയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഉടനെ ആദ്യം തന്നെ ഖുതുബ പറയുമ്പോൾ വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, മതങ്ങൾ ഷറായി മുഹ്ദ, പുതിയ നിർമ്മിച്ചുണ്ടാക്കിയതാവുന്നു. പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിഞ്ഞു. ഒന്ന് മാത്രമാണ്, അവർ നമസ്കരിക്കുന്നവരാണ് കേട്ടാ. അത് നോമ്പ് നോക്കുന്നവർ, നമസ്കരിക്കുന്നവരാണ്, എല്ലാം അമലും ചെയ്യും. പക്ഷെ എന്ത് ചെയ്യുന്നത്? ബിദഅത്ത് കൂട്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് മാത്രമാണ് എന്ത്? സ്വർഗത്തിലേക്ക് വിജയികൾ. അതാരാന്ന് ചോദിച്ചപ്പോൾ മാ അന അലൈഹി വസഹബി. പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും. അത് ഒന്ന് മാത്രം സ്വർഗത്തിലേക്ക്, ബാക്കി മുഴുവനും എന്താ? ആരാണ്? ഇങ്ങോട്ടാണ്, നരകത്തിലേക്കാണ്. ആരെ ചോദിച്ചു? സാഹിബരെ. അപ്പോൾ ഞാനും എൻ്റെ സാഹിബത്തെ ഏതൊരു മാർഗം, ആ മാർഗം. അപ്പം മരണം വരെ നമ്മൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാർഗം ഏതാണെന്ന് പഠിച്ചറിയണം. അതാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇൽമ് പഠിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഖുർആന് അർത്ഥത്തോട് വായിച്ച് പഠിക്കുക, അത് തഫ്സീറായ നബി സ്വല്ലല്ലാഹു അലൈഹി ഹദീസും പഠിക്കുക. നബി സ്വല്ലം പറയുകയുണ്ടായി, ഇനി ഊതിയത്തുൽ ഖുർആൻ വമിസ്ലുഹു മഅഹു, എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്, അത്ര വേറെയും അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആൻ തഫ്സീറാണ്. അത് മനസ്സിലായല്ലോ? അപ്പം നബിചര്യായിരിക്കണം ജീവിതത്തിൽ പാഠമാക്കേണ്ടത്. മനസ്സിലായല്ലോ? എന്താണ് നബിചര്യ? അപ്പോൾ എന്താണ് തൗഹീദ്, എന്താണ് ശരിക്കും നാം പറയുകയുണ്ടായി, മനസ്സിലായി കഴിഞ്ഞു, ആവർത്തിച്ച് പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാവും. ആരാധനകൾ അല്ലാഹുവിനെ അർപ്പിക്കുക, തൗഹീദ് മുഴുവൻ. അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ശിർക്കിൽ അർപ്പിക്കുക, ശിർക്ക്. മനസ്സിലായല്ലോ? തൗഹീദോട് മരിച്ചാൽ എത്ര കുറ്റങ്ങൾ ചെയ്താലും അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിക്കും. കുറ്റങ്ങൾ ചെയ്താൽ ഒന്നിക്ക് പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ നരകത്തിട്ട് ശേഷം പ്രവേശിക്കും. ശിർക്കോട് കൂടി മരണപ്പെട്ടാൽ എത്ര അമൽ ചെയ്താലും ശരി, ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ തൗഹീദ് ശിർക്കെന്ന് മനസ്സിലായല്ലോ? അറിയപ്പെട്ട എന്തെങ്കിലും ഒന്ന് ശിർക്കുകൾ അർപ്പിച്ചാൽ അതിൻ്റെ ശിർക്കായി. വരികൾ വഴി സത്യം ചെയ്യുക, വരികൾ അറക്കുക, എന്തെങ്കിലും ഒന്ന് മതി. വരികൾ ചെയ്യുന്ന പ്രാർത്ഥിക്കുക, മുസ്ലിംബെ പാപം പ്രത്യേകം എങ്ങനെ പ്രാർത്ഥിക്കുക, അതൊക്കെ എന്താവുന്നു? ശിർക്കാണ്. വിദഅത്തും ശിർക്കുമാണ്. മനസ്സിലായല്ലോ? എന്താ തൗഹീദ്, എന്താ ശിർക്ക്? ആരാധനകൾ അതാണ് അർപ്പിക്കുക, തൗഹീദ്. ആരാധനകൾ ശിർക്കുകൾ അർപ്പിച്ച ശിർക്ക്. മനസ്സിലായല്ലോ? വ്യക്തമായില്ലേ? ഇനി നമ്മൾ എന്താണ്? സുന്നത്ത്, ബിദഅത്ത്, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ് സുന്നത്ത്? സുന്നത്ത് നമ്മൾ ഫർള് സുന്നത്തുള്ള സുന്നത്ത് നമ്മൾ പറയാറുണ്ട്. നമസ്കാര ശേഷമുള്ള സുന്നത്ത് പറയാറുണ്ട്, അല്ലേ? ആ സുന്നത്തിലേക്കല്ല ഞങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത്. ഏത് സുന്നത്തിലേക്കാണ്? നബിചര്യ എന്നതിനും എന്തെങ്കിലും സുന്നത്ത് പ്രയോജനപ്പെടുത്താറുണ്ട്, പറയാറുണ്ട്. സുന്നത്താണെന്ന് പറഞ്ഞാൽ ഫർള് സുന്നത്ത് വരുമ്പോൾ സുന്നത്ത് ഫർളായത് ളുഹറിന് ശേഷം മുമ്പ് 2 4, ശേഷം 2 4 നിസ്കരിക്കൽ സുന്നത്ത്. മനസ്സിലായ? അപ്പം നിങ്ങൾ മനസ്സിലായില്ലേ? ഫർളിന് മുമ്പോ പിമ്പോ ഉള്ള സുന്നസ്കാരങ്ങൾ, അല്ലെങ്കിൽ രാത്രി നമസ്കാരങ്ങൾ, അല്ലെങ്കിൽ ളുഹ നമസ്കാരങ്ങൾ, സൂര്യന് ശേഷം നിസ്കരിക്കുന്ന ളുഹ നമസ്കാരം, ളുഹറിന് മുമ്പ് നിസ്കരിക്കുന്ന നമസ്കാരം, 8 റക്അത്ത് നമസ്കരിക്കാം, 2 ചാണ് നിസ്കരിക്കേണ്ടത്. അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്. അതാണ് മുഖ്യ വിഷയം. നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങൾ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് പറയാം. നമ്മൾ ഗ്രൂപ്പിൽ പല ആളും ശ്രദ്ധിക്കുന്നുണ്ട്, പലരും ഖുർആൻ പഠിക്കുന്നുണ്ട്, ഹദീസ് പഠിക്കുന്നുണ്ട്. ദീൻ്റെ പ്രാധാന്യം പറയാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നത് തൗഹീദ്, ശിർക്ക് ഞാൻ പറഞ്ഞു. ആരാധന അല്ലാഹുവിനെ അർപ്പിക്കുക, തൗഹീദ്. ആരാധന ശിർക്കുകൾ ശിർക്ക്. മനസ്സിലായല്ലോ? തൗഹീദോട് മരിച്ചാൽ സ്വർഗത്തിൽ, കുറ്റങ്ങൾ ചെയ്താൽ ഒന്നും പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ നരകത്തിട്ടതിന് ശേഷം സ്വർഗത്തിൽ, അവസാനമെങ്കിലും സ്വർഗത്തിൽ കടക്കും. ശിർക്കോടുകൂടി മരിച്ചാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. നിങ്ങൾ കുട്ടികളായതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ പല ആളുകളും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, അവർക്കും പഠിക്കാം. ആവർത്തനം അല്ലാഹു തആല ധാരാളമായി ഖുർആനിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ദിക്ർ ദുആകളിലൂടെ ആവർത്തനമാണ്. സുബ്ഹാനല്ലാഹ് 33 വട്ടം, അല്ലേ? അസ്തഗ്ഫിറുല്ലാഹ് 33 വട്ടം, ആവർത്തനമില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പല ദിക്റുകൾ ആവർത്തിച്ച് നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. അപ്പോൾ ആവർത്തനം അല്ലാഹുവിന് ഇഷ്ടമാണ്. വേണ്ട എന്നാണ് പറയേണ്ടത്. പിശാച്
നമ്മളെന്ത് ചെയ്യും, മറപ്പിക്കാനും വേണ്ടി വഴിതെറ്റിക്കാനും വേണ്ടി പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്ത് ബിദഅത്ത് എന്നാണ് പറയാൻ പോകുന്നത്. സുന്നത്ത് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് മുഴുവൻ സുന്നത്ത്. ആതാക്കും റസൂൽ ഫഖ്ദു, റസൂൽ കൊണ്ടുവന്ന് അത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗല്, ഫിഅല്, തഖ്രീർ. എന്താ ഇത്? ഖൗല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾ, അമ്രുകൾ, നിസ്കരിക്കുക, നോമ്പ് പോകുക, ഹജ്ജ് ചെയ്യുക, എന്ത് ചെയ്യരുത്, ശിർക്ക് ചെയ്യരുത്, വിദേഹത്ത് ചെയ്യരുത്, വ്യഭിചരിക്കരുത്, കള്ളുകുടിക്കരുത്, പലിശ എന്താണ് നടത്തരുത്. പലിശ എന്ന് പറഞ്ഞാൽ വിചാരത്തെക്കാളും ഗൗരവപ്പെട്ട കാര്യമാണ്. ഉമ്മാനെ വിചാരിക്കുന്ന മാതിരിയാണ് പലിശയിൽ വെച്ചിട്ട് ഏറ്റവും ഗൗരവപ്പെട്ടത്. 70 ശാഖകളുണ്ട് കരുതുക പലിശൻ്റെ. ഏറ്റവും ലളിതമായത് ഉമ്മാനെ വിചാരിക്കുന്ന മാതിരിയാണ് പലിശ എന്നൊക്കെ വിശ്വാസം പഠിപ്പിക്കുന്നത്. അതൊക്കെ വിട്ടു നിൽക്കണം. ഇത്തഖുല്ലാഹ്, വിരോധിച്ച കാര്യം വിട്ടു നിൽക്കുക. പിന്നെ നിർബന്ധ കൽപ്പനകൾ, ഫർളായ കാര്യങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ പാർട്ടിമാക്കുക. ഫർളായ കാര്യങ്ങൾ കൊണ്ടല്ലാതെ നമ്മൾ മറ്റൊരു കാര്യം കൊണ്ടും അള്ളാഹുവിലേക്ക് നമുക്ക് എന്തില്ല, അടുക്കാൻ പറ്റുകയില്ല. ഏറ്റവും നമ്മൾ അള്ളാഹുവിലേക്ക് തഖ്വയുള്ളവരായി ജീവിക്കേണ്ടത് ഫർള് നിർവഹിച്ചുകൊണ്ടാണ്. സുന്നത്തായ കർമ്മങ്ങൾ നിർവഹിച്ചാൽ അത്ര തന്നെ അടുപ്പം ഉണ്ടാവില്ല, അടുത്തുകൊണ്ടേയിരിക്കും. ഫർളാണ് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ഫർളായ കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അത് ചെയ്തുകൊണ്ടാവുമ്പോഴാണ് അള്ളാഹു കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുക. സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അടുത്തുകൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ ഫർളായ കർമ്മങ്ങൾ കൊണ്ടാണ്. അതിന് ഫർളിൻ്റെ പ്രാധാന്യം. അപ്പോഴെന്താ വെച്ചാൽ സുന്നത്ത് ബിദഅത്ത് വിഷയം പറയണം, അവതരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലു, ഫിഅല്, തഖ്രീർ. ഇത് മനസ്സിലാക്കുക. ഖൗലാണ് കൽപ്പനകൾ, വിരോധിച്ച കാര്യങ്ങൾ വിട്ടുക്കാണ് കൽപ്പന, നിർബന്ധ കൽപ്പന പാർട്ടിമാക്കാൻ, സുന്നത്തായ കർമ്മങ്ങൾ കൽപ്പനകൾ പറയുക, കൽപ്പന അതറിയാം, കൽപ്പന പറയാം. മറ്റൊന്നോ ഫിഅല്, ചെയ്ത് കാണിച്ചു തരാം. നിസ്കരിക്കുക, ഖുർആൻ പറഞ്ഞ് നിസ്കരിക്കുക, നോമ്പ് വെക്കുക, ഹജ്ജ് ചെയ്യുക, സകാത്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് ഖുർആൻ പറയുന്നില്ല. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു, ചെയ്ത് കാണിച്ചു തരുന്നു. നിസ്കരിച്ച് കാണിച്ചു തരുന്നു, നോമ്പ് നോറ്റ് കാണിച്ചു തരുന്നു, ഫർളായ എല്ലാം ഹജ്ജ് ചെയ്ത് കാണിച്ചു തരുന്നു. എന്നിട്ട് സൊല്ലു കുമാർ ഇത് മുസ്ലിം, ഞാൻ സ്കെച്ച് കാണിച്ചതായി നിങ്ങൾ സ്വീകരിക്കുക. ഹുദു മനസ്സിലാക്കും എന്നെ, നിങ്ങൾ ഹജ്ജ് കർമ്മം എന്നെ സ്വീകരിക്കുക. അതിലെല്ലാ കർമ്മങ്ങളും വിശ്വാസിച്ച് മാതൃകയായി സാഹചര്യമാർ സ്വീകരിച്ചു. അപ്പോൾ അതിനാണ് എന്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുള്ളത്. ഖുർആൻ മാത്രമല്ല അയച്ചിട്ടുള്ളത്, വിശ്വാസം കൂടി അയച്ചു. അതെങ്ങനെയാണ് ജീവിതത്തിൽ പാത്രമാക്കി കാണിച്ചു തരാൻ വേണ്ടി, പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇന്ന അർസൽനാക ഷാഹിദൻ വബശീറൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ മാതൃസാക്ഷിയായി കൊണ്ടാണ് പ്രവാചകരെ താങ്കളെ അയച്ചിട്ടുള്ളത്. ബഷീറിന് സന്തോഷ വാർത്തയ്ക്കും എന്ത് സന്തോഷ വാർത്ത? അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിച്ചാൽ സ്വർഗ്ഗം കിട്ടും. പിന്നെ മുന്നറിയിപ്പുകാരനായി അല്ല, അങ്ങനെ ജീവിക്കാതിരുന്നാൽ, പ്രവാചകനെ പിൻപറ്റി ജീവിക്കാതിരുന്നാൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അറിയാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത് നരകത്തിൽ പോയിട്ട് മുന്നറിയിപ്പുകാരൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, സാഹിബന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു മാതൃകാ ജീവിതം. അപ്പോൾ സാഹിബരെ പറ്റി അള്ളാഹു തആല എന്ത് പറഞ്ഞു? കദാലിക, അപ്രകാരം ജഅൽനാക്കും നിങ്ങളാക്കിയിരിക്കുന്നു ഉമ്മത്ത് വസത്ത, ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. എന്തിന്? ലതകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകാ സാക്ഷികളാകുവാൻ വേണ്ടി. വയകൂന റസൂലായിരിക്കും ഷഹീദ, റസൂൽ നിങ്ങൾക്കും മാതൃകാ സാക്ഷിയായിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകാ സാക്ഷിത്വം സാഹിബിന് സ്വീകരിച്ചു. ആ നബി സാഹിബ് ജയിച്ച മാർഗം അതാണ് മാ അന അലൈഹി സഹാബി, ഞാൻ എൻ്റെ സാഹിബത്ത് ഏതൊരു മാർഗത്തിലും ആ മാർഗം അതാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ പാതയിൽ ഞങ്ങൾ നയിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, ഞാൻ തിരിച്ചുള്ള പാത, നബി സാഹിബ് ജയിച്ച മാർഗം. അതിൽ മഗ്ദൂബി കോപ്പിക്കപ്പെട്ട പാതയല്ല, അത് ജീവിതക്രിസ്ത്യാനിയുടെ പാത. അത് ഞാൻ പറഞ്ഞല്ലോ, ശിർക്കും ബിദ്അത്തും ചെയ്യുന്ന ഇവരുടെ പാതയല്ല. ളാലീൻ, വഴിച്ചവരുടെ പാതയുമില്ല. ഏതാ വഴിച്ചു? അവർ പഠിച്ചതുമില്ല, പ്രവർത്തിച്ചതുമില്ല. അത് വഴിച്ചവരുടെ പാത. ഇന്ത്യ പഠിക്കും വേണം, പ്രവർത്തിക്കും വേണം. നീ വഴിച്ചു പോവും. എന്താ പഠിക്കേണ്ടത്? ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. മനസ്സിലായ? ഖുർആൻ തഫ്സീർ, ഹദീസ് പഠിക്കണം. ഇത് ഫർളാണ്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ പെണ്ണുങ്ങളുടെ മുമ്പിലും പേരിലും എല്ലാം പഠിക്കുന്ന നിർബന്ധമാണ്. ഖുർആൻ പഠിക്കുന്ന നിർബന്ധമാണ്. അറബികൾക്ക് അർത്ഥം പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു അറബി ഭാഷയിലായിരുന്നു ഖുർആനും ഹദീസും ഒക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അർത്ഥം പഠിക്കണം. മനസ്സിലായണ്ട? അത് നിർബന്ധമാണ്. ആ പഠിക്കാതിരുന്നാൽ നമ്മളെന്ത് ചെയ്യും? ലാലീനായിക്കോട്ടും വയലും മൗദൂബേരിയും ലാലീൻ, വഹിച്ചുള്ള പാതയുമല്ല. വഴിച്ചവര് പഠിച്ചില്ല, പ്രവർത്തിച്ചില്ല, വഴിച്ചുപോയി ശിർക്കും ബിദ്അത്തും ചെയ്തുകൊണ്ട്. മനസ്സിലായ? അപ്പം എന്ത് ചെയ്യണം? ഇതിൻ്റെ ശിർക്കാണ് ബിദ്അത്ത് മനസ്സിലായെങ്കിൽ ഖുർആനും ഹദീസും നമുക്ക്
മനസ്സിലാൻ അറിയണം. ഖുർആനും ഹദീസും നമുക്ക് അറിയണം. മനസ്സിലായ? അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇന്ന ശിർക്കാണ്, ഇന്നത് ബിദഅത്താണ്, ശിർക്കാണ്, ഇത് ഫർളാണ്, സുന്നത്താണ്, നബിശരീഅത്തിൽ പെട്ടതാണ് എന്ന് അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം അവതരിപ്പിച്ച സൂറത്ത് ഏതാ? ഇഖ്റ ബിസ്മിയാണ്. അത് എങ്ങനെ പറഞ്ഞു? ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ, നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിച്ചു പഠിക്കുക. വായിച്ചു പഠിക്കുക. ബിസ്മി നാമത്തിൽ, റബ്ബിക്ക രക്ഷിതാവിൻ്റെ, ഖലഖ എന്ന് സൃഷ്ടിച്ച, എല്ലാം സൃഷ്ടിച്ചു, നമ്മളെയും സൃഷ്ടിച്ചു, എല്ലാം സൃഷ്ടിച്ചവരായ അള്ളാഹുവികൾ, ആകാശഭൂമികൾ എന്തൊക്കെയുണ്ടോ, മലക്ക്, ജിന്ന്, മനുഷ്യരൊക്കെ സൃഷ്ടിച്ചാരാണ്? അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആയിരിക്കണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഖുർആൻ പാരായണം ചെയ്യാറുള്ളത്. അതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അത് നബി പഠിപ്പിച്ചതാണ്, നബിശരീഅത്തിൽപ്പെട്ടതാണ്. കേട്ടാ? തൗബ അല്ലാത്ത എല്ലാ സൂറത്തിനും എന്ത് വേണം? ബിസ്മി ഓതണം. തൗബ സൂറത്ത് പോകുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അതൊക്കെ നബി പഠിപ്പിച്ചതാണ്. നബിശരീഅത്ത് അങ്ങനെയാണ്. അവന് ഖുർആൻ ഓതുമ്പോൾ അഊദു ഓതണം, പിന്നെ ബിസ്മി ഓതണം. തൗബ സൂറത്ത് ഓതുമ്പോൾ എന്തല്ല, അത് ഓതേണ്ടതുമില്ല. അതാണ് നബിശരീഅത്ത്. അത് നമ്മൾ അങ്ങനെ ചെയ്യണം. അക്കാലം പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റേ സന്ദർഭത്തിൽ പറയാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഖുർആൻ ഹദീസും എന്ത് ചെയ്യുന്നു? പഠിക്കണം. അതുകൊണ്ടാണ് 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം പോലും അല്ലാഹു തആല നബി മുഖേന 5 നിസ്കാരം വരെ നിർബന്ധമാക്കാതെ അവർ ശുദ്ധീകരിച്ചെടുത്ത്, അവർ അന്ധവിശ്വാസം, അനാചാരങ്ങളായിരുന്നു, ശിർക്കും ബിദഅത്തിലുമായിരുന്നു, ബിംബാരാധകന്മാരായിരുന്നു, അള്ളാഹു ഉള്ളവരോട് രക്ഷാഭ്യർത്ഥിക്കുന്നവരായിരുന്നു, പാപം തേടുന്നവരായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? അതൊക്കെ ശിർക്കും ബിദഅത്താണ്. മരണം, അനന്തരജീവൻ പലവത് വിശ്വസിക്കാത്തവരായിരുന്നു, മരണാനന്തരം നിഷേധിക്കുന്നവരായിരുന്നു. ഖുർആൻ ചെയ്തു അള്ളാഹുൽ വിശ്വാസം, മലക്കുൽ വിശ്വാസം, അങ്ങനെ പ്രവാചകന്മാരുടെ വിശ്വാസം, ഗ്രന്ഥങ്ങളുടെ വിശ്വാസം, ഖിയാമത്ത് വിശ്വാസം, ഇതൊക്കെ നശിപ്പുവും പിന്നെ മരണാന്തര ജീവിത വിശ്വാസം, ഈമാൻകാരികളാണ് നമ്മൾ ആദ്യം സ്വീകരിക്കേണ്ടത്. ഖുർആൻ എന്ത് ചെയ്യുന്നു? വ്യക്തമാക്കി തരുന്നുണ്ട്. അതുപോലെ ഖൈറും ഷറും അല്ലാഹുവിൻ്റെ വിശ്വാസം, ഖദറിൽ വിശ്വാസം, ഇതൊക്കെ പഠിപ്പിച്ച് തരികയാണ് ഖുർആനിലൂടെ. അപ്പം അർത്ഥം വായിച്ച് പഠിച്ചെങ്കിൽ അതിൻ്റെ വിശദീകരണം ഹദീസിലും പഠിപ്പിച്ച് തരികയാണ്. അപ്പോൾ എന്താവുന്നു? അത് പഠിച്ചെങ്കിലല്ലേ നമുക്ക് എന്തേ ഉള്ളൂ, എങ്ങനെ വിശ്വസിക്കേണ്ടത് എന്ന് അറിയാം, എങ്ങനെ അമൽ ചെയ്യേണ്ടത് അറിയെങ്കിൽ വിശ്വാസമായി എങ്ങനെയാണ് അമൽ ചെയ്ത് പഠിപ്പിച്ചെന്നു അതും പഠിക്കണം. അതിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞത്. പഠിച്ചെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. ഇല്ലെങ്കിലോ നാളെ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും. മാൽമുഖ കറൗത്ത് കിതാബുള്ള ആമത്ത് ബിഹി വസത്തഖ്തിയ, മറുപടി അറിയണം. എന്തായിരുന്നു എൻ്റെ വിജ്ഞാനം, അറിവ്? അപ്പോൾ നമ്മൾ പറയണം അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ചു പഠിച്ചു, കറൗത്തു വായിച്ചു പഠിച്ചു, കിതാബുള്ള അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അർത്ഥത്തോട് വായിച്ച് പഠിക്കണം എന്ന് എവിടെയുള്ളതെന്ന് ചോദിക്കും ചിലർ. അർത്ഥത്തോട് വായിച്ച് പഠിക്കണം. കാരണം ശേഷം പറയുന്നുണ്ട് ആമൻതു ബി, അതുകൊണ്ട് വിശ്വസിക്കാൻ അർത്ഥം അറിയണ്ടേ? അർത്ഥം അറിയാതെ അങ്ങനെ നമ്മൾ ചില കൂലി കിട്ടും, ശരി തന്നെ. പക്ഷേ അർത്ഥം പറയുമ്പോഴാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക. അതിന് വിശ്വസിക്കാൻ പറ്റില്ല. എന്താ ഞാൻ പറയുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് അറബികൾക്ക് അങ്ങനെ ആയിരുന്നു ഓതിയിരുന്നത്. അവർക്ക് അറിയാൻ പറ്റുന്ന അവരുടെ ഭാഷയിലായതുകൊണ്ട്. നമുക്കറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ അർത്ഥത്തോടു കൂടി ആയിരിക്കണം പഠിക്കേണ്ടത്. ഫർള് എന്ന ഫാത്തിഹ നമുക്ക് ഫർളാണ്. അതുകൊണ്ട് ഫാത്തിഹ ഓതാത്ത നമസ്കാരമില്ല പറഞ്ഞു. നമസ്കാരത്തിൽ ഫാത്തിഹ അത്തിയാത്ത ഫർളാണ്. അത് രണ്ടും അർത്ഥത്തോട് നമ്മൾ വായിച്ച് പഠിക്കണം. അപ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ, നിങ്ങൾ ശ്രദ്ധിച്ച് നാമത്തിൽ വായിക്കുക. നമ്മൾ ഖുർആൻ അവതരിപ്പിച്ചു. ഖബറിന് ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്തു? വിചാരം ചെയ്യപ്പെടും. ചോദ്യം ഖബറിന് പരലോകത്ത് ഹാജരാക്കുന്നതിന് മുമ്പ് റബ്ബുക, നിശ്ചിത ആരാവുന്നു? അള്ളാഹു റബ്ബി, മറുപടി അറിയണം. പരിഹരിച്ചിക്കലെ മൊഹീദിശയൊക്കെ ആക്കണേ, മുസ്ലിം അപ്പാപ്പ കൊടുത്തരുന്ന പറഞ്ഞൊക്കെ പറയാൻ പറ്റില്ല. അപ്പം അടിക്കും ആര്? മലക്കുകൾ. രണ്ടാമത് എന്ത് ചെയ്യുന്നു? ആൽമുഖ, വിജ്ഞാനം എന്താണ്? ഖറഅത്ത് കിതാബല്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ചു പഠിച്ചു. ആമൻതു ബിഹി, ഞാൻ വിശ്വസിച്ചു. വസദ്ദഖ്തു ബിഹി, ഞാൻ സത്യമാക്കി. സത്യമാക്കുന്നത് വേണം, കൽപ്പനനുസരിച്ച് വിരോധിച്ച കാര്യങ്ങൾ വിട്ടുക്കണം. കൽപ്പനകൾ ജീവിതത്തിൽ പാർഥ്യമാക്കണം. മനസ്സിലായ? പാർഥ്യമാക്കുമ്പോൾ വിശ്വാസമയെ ശരീരം സമീപിച്ച മാർഗം അത് പഠിച്ചെങ്കിലേ ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. വസദ്ദഖ്തു എന്ന് പറയണമെങ്കിൽ ഞാൻ സത്യമാക്കിയതാണ്. അതനുസരിച്ച് എങ്ങനെയാണോ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് വിശ്വാസം പഠിപ്പിച്ചത് അപ്രകാരം ജീവിതത്തിൽ പ്രാർത്ഥമാക്കി എന്ന് നമ്മൾ പറയണമെങ്കിൽ എന്ത് വേണം? നബിശരീഅത്ത് പഠിക്കണം. പിന്നെ നിസ്വാസമയെ കൊണ്ടുവന്ന് ഖബറിൽ ഇതാരാ ചോദിക്കും. റസൂലുള്ളാഹ്, അള്ളാഹു റസൂലാന്ന് പറയണം. ജീവനോടെ കൊണ്ട് കാണിച്ചു തരും. ഖബറിൽ നമ്മൾ ജീവിപ്പിച്ചു ഖബറിൽ ഒടിച്ചു കൊണ്ടും
താൽക്കാലിക ജീവൻ വിട്ടുവരും. ഇസ്ലാസ്മയാണ് റസൂലുള്ളാഹി എന്ന് പറയണം. അത് പറയണമെങ്കിൽ എന്ത് വേണം? നബി സ്വല്ലല്ലാഹു ശരിയായിരിക്കും ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കേണ്ടത്. ഉമ്മ വാപ്പന്മാരുടെ പൂർവികന്മാരുടെ ജനങ്ങൾ ചെയ്തമാനം ചെയ്താൽ നമുക്ക് മറുപടി പറയാൻ പറ്റൂല. അള്ളാഹു തആലയുടെ പരീക്ഷയായിരുന്നു അവർക്ക്. ആ സന്ദർഭത്തിലാണ് സമസ്തകാരം ചെയ്യുന്നത്, ഒരു കടലാസ് ചെയ്ത് മയ്യിത്തിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുക്കുന്നത്. ആ വല്ല കാര്യമുണ്ടോ? അള്ളാഹ് പരീക്ഷ നടത്തുമ്പോൾ ഒരു ഉത്തരം അറബി എഴുതാത്ത അറിയുന്ന അറിയത്തില്ല. അങ്ങനെ റസൂലുള്ളാഹി ശരീരം അത് ബിദ്അത്തുമാണ്. തന്നെയല്ല ഖുർആനും ഹദീസൊക്കെ എഴുതിയാണ്ട് മനുഷ്യൻ്റെ ചീഞ്ഞളിഞ്ഞു പോകുന്ന മനുഷ്യൻ്റെ വസ്ത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയ്യിത്ത് വർത്തനം ചെയ്യല്ല, അതിന് കുറ്റം കാര്യം ഉണ്ടാവും. അല്ലെങ്കിൽ അള്ളാഹ് ചോദ്യം ചെയ്യുമ്പോൾ ചിന്തിച്ച് നോക്കുക. നമ്മളിവിടെ തന്നെ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് വലിയ വലിയ പരീക്ഷകളോ, ഡോക്ടറാവാനോ എഞ്ചിനീയർ ആവാനോ, അവിടെ നമ്മൾ എഴുതി കൊണ്ടുപോകാനോ നോക്കി എഴുതാനൊക്കെ പറ്റുമോ? ഇല്ലല്ലോ. ഫോൺ വരെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഭദ്രതയിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ പരീക്ഷ ആകുമ്പോഴോ ഏറെ ഭദ്രത ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മളെങ്ങനെ എന്ത് ചെയ്യുന്നു? എഴുതി വെച്ചിട്ടുണ്ടോ? ചില സ്ഥലങ്ങൾക്കാണ് ഖബറിൻ്റെ അടുത്ത് നിന്ന് ചൊല്ലിക്കൊടുക്കണം. 2 മലക്കുകൾ വരും സമസ്തക്കാരെ, തിരക്കിയും ചൊല്ലിക്കൊടുക്കാതെ പറയാം. അതിന് പൈസ ഉണ്ട് അവർക്ക്. 2 മലക്കുകൾ വരും, നീ ചോദ്യം ചോദിക്കും, അപ്പം നിന്നെ ഉത്തരം പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട്. അത് വല്ല കാര്യമുണ്ടോ? ചിന്തിച്ച് നോക്കുങ്ങൾ. ഒരു കാര്യമില്ല. നമ്മളിവിടെ പഠിച്ചു പോകണം, അപ്പോഴേ നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫറളാണ് ഖുർആൻ അർത്ഥം വായിച്ച് പഠിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. 13 വർഷക്കാലം 23 വർഷക്കാലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ദീനെ പ്രവാഹം ചെയ്തതിൽ 13 വർഷക്കാലം മറ്റുള്ള ഫറളുകൾ നിർബന്ധമാക്കുന്നതിന് മുമ്പ്, സ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പ് 13 വർഷക്കാലം ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് അത് വിശേഷിച്ചുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ വിട്ടു നിൽക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ശുദ്ധീകരിക്കുകയായിരുന്നു അത് സഹാബിമാരെ. ശേഷമാണ് സ്കാരം നിർബന്ധമാക്കുന്നത്. ശുദ്ധീകരണം പറ്റിയിട്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ വിട്ടാകുന്ന ശിർക്കിൽ നിന്ന്, ഏറ്റവും വലിയ ശിർക്കിൽ നിന്ന് ബിദ്അത്തിൽ വിട്ടു നിൽക്കുക, ഏറ്റവും വലിയ ശുദ്ധീകരണം അതാണ്. ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? മറ്റു കാര്യങ്ങളൊക്കെ എന്തിനധികം പറയുന്നു. കള്ളുകുടി വരെ 15ാമത്തെ വർഷമാണ് മദീനത്തിൽ നിന്നാണ് വിരോധിക്കുന്നത്. മനസ്സിലാക്കണം. പലിശ 23ാം വർഷം ആണ് വിരോധിക്കുന്നത്. ഇത്ര ഗൗരവമായ പാപങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് വിചാരത്തിന് ശിക്ഷ നടപടിയെടുക്കുന്നത് മദീനത്തിൽ നിന്നാണ്, മക്കത്തിൽ നിന്നുണ്ടായിരുന്നില്ല. വിജയിച്ചവർ എറിഞ്ഞു കൊല്ലണം. ഭാര്യഭർത്താക്കന്മാർ, വിവാഹിതരായ ആളുപെണ്ണുങ്ങൾ എറിഞ്ഞു കൊല്ലണം. ശിക്ഷ മദീനത്തിനാണ് നടപ്പാക്കുന്നത്. മദ്യപിച്ച് കഴിഞ്ഞാൽ 80 അടി എടുക്കണം. അത് മദീനത്തിൽ നിന്നാണ്. ഇങ്ങനെ ശിക്ഷാ നടപടികൾ. കട്ടാൽ കൈമുറിക്കണം. അതൊക്കെ മദീനത്താണ്. അതിന് മുമ്പൊന്നുമില്ല. മക്ക ജീവിതത്തിൽ 13 വർഷക്കാലത്ത് അതൊന്നുമില്ല. മനസ്സിലാണ്ട? വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരം കാര്യങ്ങൾ ലഘുവായാലും ചെറുതാണെങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ അർത്ഥം വായിച്ച് പഠിക്കണം. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് ഖബറിൽ മറുപടി പറയാൻ പറ്റൂല. അങ്ങനെ മറുപടി പറഞ്ഞാലോ സ്വർഗത്തിൽ നിന്നൊരു കവാടം നമുക്ക് തുറന്നു വെച്ച് വരും. അപ്പോൾ ആ സന്തോഷത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ നല്ല പരിമളം ഖബറിൽ നിന്ന് വരും. ഒരു പുഞ്ചിരിച്ചു കൊണ്ടൊരു യുവാവ് വരും. നീ ആരാൻ ചോദിക്കും. അതിൻ്റെ സ്വാലിഹ അമലുകളാണെന്ന് പറയാം. പുസ്കാരം, നോമ്പ്, ഹജ്ജൊക്കെ തൗഹീദോടുകൂടി നമ്മൾ ജീവിച്ചവർക്ക് എന്ത് ചെയ്യും? എന്താവും? സമാധാനമായി. അദ്ദേഹം നമ്മൾ പറയും ഉറങ്ങിക്കോ. അപ്പം നമുക്ക് ഉറങ്ങിയാൽ പിന്നെ നമ്മൾ പരലോകത്ത് ഒന്ന് ഉറങ്ങി ഇച്ച സമയം കൊണ്ട് എന്ത് ചെയ്തു? പരലോകത്ത് വിചാരണക്ക് നമ്മൾ ഹാജരാക്കപ്പെട്ടു. ഭാഷയിൽ ഒരുമിച്ച് കൊണ്ടുപോകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. അതൊക്കെ പഠിക്കണമെങ്കിൽ എന്ത് വേണം? അത് അറിയാനുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിക്കുന്നത്, ഹദീസ് അർത്ഥത്തോട് വായിച്ച് പഠിക്കുന്നത്, ശിർക്കിലും ബിദ്അത്തിലും പെടാതെ ജീവിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം തൗഹീദ് അത് ശിർക്ക് എന്താണെന്ന് പറഞ്ഞു. അത് തൗഹീദ് എന്ന ആരാധന മുഴുവൻ നടത്തികളും വഴിപാടുകളും പ്രാർത്ഥനകളും പാപമോഹൻ തേടങ്ങളൊക്കെ തന്നെ, തോട്ടങ്ങളൊക്കെ തന്നെ, സത്യങ്ങളൊക്കെ വൈബിയൊക്കെ എല്ലാ ഇടപാടും അള്ളാഹുവിന് സമർപ്പിക്കുക. അതിൽ ഏതെങ്കിലും ഒന്ന് സൃഷ്ടികൾ അർപ്പിച്ചാൽ എന്താണ്? അത് ബിദ്അത്താണ്, ശിർക്കുമാകുന്നു. ശിർക്കും ബിദ്അത്തും. അപ്പോൾ ശിർക്കും ബിദ്അത്തും വിട്ടു നിൽക്കുക. ഷർറുൽ ഉമൂർ, അതാണ് ഷർറായത് ശിർക്കും ബിദ്അത്തും. മറ്റുള്ള ഹറാമായ കാര്യങ്ങളൊക്കെ തന്നെ അത് വിട്ടു നിൽക്കുക. പിന്നീടോ ശിർക്കും മറ്റുള്ള ഹറാമിൻ്റെ മതകാര്യം പെട്ടതല്ല. അപ്പോൾ മതകാലം ഷർറായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ ശിർക്കും ബിദ്അത്തും. മറ്റുള്ള ഹറാമായ വിരോധിച്ച കാര്യങ്ങൾ വിട്ടിരിക്കുക. പിന്നെ അടുത്ത് പറയാൻ പോകുന്ന സുന്നത്ത് ബിദ്അത്താണ്. സുന്നത്ത് എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് ഖൗല്, ഫിഅല്, തഖ്രീർ. ഖൗല് എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ, നിസ്കരിക്കുക, നോമ്പ്, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക, കൽപ്പനകൾ. ഫിഅല് പറഞ്ഞാൽ അതിങ്ങനെയാണ് നിസ്കരിക്കാൻ, നോമ്പ് വയ്ക്കാൻ, ഹജ്ജ് ചെയ്യേണ്ടത്, സക്കാത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് പഠിച്ചു വന്നു ആ മാതൃക. തഖ്രീർ മൗനാനുവാദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല, പ്രവർത്തിച്ചില്ല. ഒരു സഹാബി പ്രവർത്തിച്ചു. അപ്പോൾ
അതിന് മോനോ ഉദാഹരണമായിട്ട് ഒരു സാഹിബ് എന്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫാത്തി ഓതി കഴിഞ്ഞാൽ എല്ലാ വേറെ സുഹൃത്ത് ഉറങ്ങി ഖുൽഹുവല്ലാഹു അഹദ് ഓതും. എന്നിട്ടേ സുഹൃത്ത് ഓതുള്ളൂ. അൽ ബഖറ, അൽ ഇംറാൻ, അവരൊക്കെ അങ്ങനെയൊക്കെയല്ലേ കൂടുതൽ ദുഃഖീയമായി നമസ്കരിക്കുമല്ലോ. അമ്മ എന്ത് തോന്നുന്നു ആ കാര്യം നബി മറ്റൊരു പള്ളിയിൽ വെച്ചിട്ടാണ് നബി സ്വല്ലല്ലാഹു സാഹിബ് കംപ്ലൈൻറ്റ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് വിളിച്ചു ചോദിച്ചു എന്താണ് കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കട്ടെ, നിൻ്റെ ഇഷ്ടം ഞാൻ സ്വർഗത്തിലേക്ക് എത്തിച്ചേരട്ടെ, എത്തിച്ചേരും. അപ്പോൾ സന്തോഷവാർത്ത അറിയിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരു മാതൃകയായി. നമ്മൾക്കൊക്കെ എന്ത് ചെയ്യാം, ഫാത്തി ഓതി കഴിഞ്ഞ ഉടനെ തന്നെ പതുക്കെ ഇമാമ നിസ്കരിക്കുമ്പോഴൊക്കെ തന്നെ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ പറയുക, അള്ളാഹു ഒരുവാകുന്നു, അഹദാകുന്നു, അള്ളാഹു സമദ് സർവാശ്രയനായി ജമാനാകുന്നു. അള്ളാഹുവിൻ്റെ സഹായം എല്ലാവർക്കും ആവശ്യമാണ്. അള്ളാഹുവിന് ആരെ സഹായം ആവശ്യമേ ഇല്ല. ലം യലിദ് വലം യൂലദ്, അവന് സന്താനം ജനിച്ചിട്ടില്ല, സന്താനങ്ങൾ ജനിപ്പിച്ചുകൊണ്ടില്ല. ആരെ മോനുമല്ല മോളുമല്ല. അള്ളാഹ്ക്കറിയാം മോനോ ഇല്ലായിരുന്നു. ക്രിസ്ത്യാനികളെ വായിച്ചിരുന്നില്ല. ഉസൈർ നബി അലൈഹി സ്വലാം അള്ളാഹിൻ്റെ മോനാണ്, ഈസാ നബി സ്വലാം അള്ളാഹിൻ്റെ മോനാണ്, വായിച്ചിരുന്നില്ല. അതിന് ഗണ്ണിക്കുകയാണ്. അൽമിക്കുല്ലു കുഹുവൻ അഹദ്, അവന് തുല്യരായി അവൻ തന്നെ ഇല്ല. എല്ലാ അധികം അള്ളാഹു ഏകനാണ് എല്ലാ സുഖത്തിലും. അറിയുന്നവെന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവന്, കാണുന്നതെല്ലാം കാണുന്നു. നമുക്ക് മറന്നൊന്നും കാണില്ല, ഭൂമിയിൽ അടിയന്മാർ അറിയില്ല, അതൊക്കെ അതറിയാം. വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാം, കഴിഞ്ഞു പോയതറിയാം. ഇങ്ങനെയുള്ള ഒരുവൻ, എല്ലാറ്റിൻ്റെയും ഒരുവൻ, എല്ലാം നിറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ, ഇങ്ങനെയുള്ള ഒരുവൻ. അപ്പോൾ ഒരുവൻ അപ്പം അത് തൗഹീദാണ്, തൗഹീദ് സ്ഥാപിക്കുന്നതാണ്. ആരാധനക്കാരൻ അള്ളാഹു മാത്രമാണ് തൗഹീദ് സ്ഥാപിക്കുന്നതാണ്. അപ്പോൾ അതെന്ത് ചെയ്തു, അതാണ് കാരണം പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അംഗീകരിച്ചു. അപ്പോൾ ഇത് അംഗീകാരത്തിന് ഉദാഹരണം പറഞ്ഞതാണ്. വേറെ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, പ്രവർത്തിച്ചതേ, കൽപ്പിച്ചതേ, അംഗീകരിച്ചത്. ഇതാണ് സുന്നത്ത്. ഇതിൽ പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് നേരം ബിദാത്താവുന്നു. മൊത്തത്തിൽ ശിർക്കാലും ആ ബിദാത്ത് തന്നെ. ഉദാഹരണമായി നബി സ്വല്ലല്ലാഹു എന്ത് ചെയ്തില്ല, മരിച്ചവരോട് സഹായം ചെയ്യിച്ചില്ല, മരിക്കുന്നവരോട് സഹായം ചെയ്യിച്ചില്ല, ജിന്നോട് സഹായം ചെയ്യിച്ചില്ല, വഫാത്തായ പ്രവാചകരോട് പാപം കൊടുത്താലും ചോദിച്ചിട്ടില്ല. ഏതെങ്കിലും എത്രയോ പ്രവാചകരും കഴിഞ്ഞുപോയി റസൂലുള്ളാഹിന് മുമ്പ്, അവരോടൊന്നും ഇതില്ല, പാവം തേടിയില്ല, രക്ഷ ചോദിച്ചിട്ടില്ല, മലക്കുകളോട് രക്ഷ ചെയ്യിച്ചില്ല, ജിന്നോട് രക്ഷ ചെയ്യില്ല, അവരുടെ പേര് സത്യം ചെയ്തില്ല. അള്ളാഹിൻ്റെ പേരിൽ മാത്രം സത്യം ചെയ്ത് അള്ളാഹുവിനോടാണ് രക്ഷ തേടിയത്, അള്ളാഹുവിനോടാണ് പാപമോചനം തേടിയത്. ഇത് മുലൂദ് റാത്തീബോ ഹദ്ദാദ് കുത്തുബേത്തോ ചൊല്ലിയിട്ടില്ല, ജന്മദിനം കൊണ്ടാടിയില്ല, മരിച്ചോടത്ത് പോയി ഓതിയിട്ടില്ല, ദിക്ർ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലിയിട്ടില്ല. ഇങ്ങനെ ഒരുപാട് എന്തൊക്കെയുണ്ട് ഞാൻ പറഞ്ഞു പോയല്ലോ. ഇസ്ലാമിൽ പഠിപ്പിച്ച് തരാത്ത കാര്യങ്ങളൊക്കെ നമുക്കെന്താവുന്നു, പ്രവർത്തിച്ചാൽ അതാണ് ബിദഅത്ത്. ഇസ്ലാമിൽ പഠിപ്പിച്ച് തന്ന് പ്രവർത്തിച്ചാൽ അത് സുന്നത്ത്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? പറഞ്ഞല്ലോ ഷർറുൽ ഉമൂർ, മതകാര്യങ്ങൾ ഷർറായത് അതാവുന്നു ഇസ്ലാം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ. അത് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. സമസ്തകാലം 31 അനാചാര രീതി ഉണ്ടാക്കി എന്ത് ചെയ്തു, സബ് കൂടി പാസ്സാക്കി. അതെന്തായിരുന്നു, അത് വാചകം ഇങ്ങനെയാണ്. അത് പ്രമേയം 921 കേരളത്തിലെ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നതും ഇപ്പോൾ ചെയ്തു വരുന്നതും താഴെ പറയുന്ന കാര്യങ്ങൾ ഇത് പറഞ്ഞ് മരിച്ചവരോട് സഹായം ചോദിക്കുക, അങ്ങനെ മൗലാദി റത്തീബ് ഹദ്ദാദ് കുത്തുബേത്തുകളൊക്കെ ചെല്ലിപ്പിക്കുക, ഇതൊക്കെ തന്നെ. അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതാക്കി അത് സഭ കൂടി പാസ്സാക്കി. ഖുർആനായി തെളിവില്ലാതെ അത് പിൻപറ്റി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവർ ആരാധിക്കുന്നത് തുല്യമാണ്. നമ്മൾ വഴിച്ചു പോകും. അത് ഷർറുൽ ഉമൂർ, മതങ്ങൾ ഷർറാണ്, ശിർക്കും ബിദഅത്തിൽ എത്തിപ്പെടും. അത് സൂക്ഷിക്കണം. മനസ്സിലാകണ്ട? എന്തുകൊണ്ട് അത് പ്രമേയം ഉണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്തു, സോനിയർ പ്രസിദ്ധീകരിച്ചു, പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. 921 ഐക്യസംഘം എല്ലാവരും കൂടി ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. 924 കേരള ജമാഅത്തുൽ ഉലമ എന്ത് ചെയ്തു, റഷ് ചെയ്തു. അതിന് പ്രമേയം എന്തായിരുന്നു, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക, നബി സാഹിബ് ദേവിച്ച മാർഗം അത് പ്രവാദനം ചെയ്യുക, അത് ഞങ്ങൾ പഠിപ്പിക്കാനായിരുന്നു. അപ്പോഴാണ് മൗലൂദ് റാത്തീബ് ഹദ്ദാദ് കുത്തുബേത്ത് നടത്താൻ പറ്റില്ല, ബുദ്ധിമുട്ടാണല്ലോ, ശാപ്പാട് വരുമാനം വരില്ലല്ലോ എന്ന് കരുതി കുറേ ആളുകൾ ഇറങ്ങിപ്പോയി വേറെ സംഘടന ഉണ്ടാക്കി, സമസ്ത കേരള ജമാഅത്തുൽ ഉലമ. പ്രമേയം എന്ത് ചെയ്തു, ഖുർആൻ ഹദീസ് ഒന്നും കൂടാതെ ജനങ്ങൾ ചെയ്തു വരുന്നത്, കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്തു വരുന്നത്. അതിങ്ങനെ നമുക്ക് അനുവദനീയമാകുക? കേരളത്തിലെ മുസ്ലിങ്ങൾ തെറ്റും കുറ്റങ്ങൾ ചെയ്യുന്നവരല്ലേ, നമുക്ക് അനുവദനീയമാകുന്നില്ലല്ലോ. നബി സാഹിബ് ദേവിച്ച മാർഗം അതാണ് നമ്മളെ പ്രമേയം, ഒറ്റ പ്രമേയം. പിന്നെ അനാചാരം ധാരാളമായി ചെയ്യുന്നു. ഷർറുൽ ഉമൂർ ഓരോ പ്രസംഗത്തിൽ എന്ത് ചെയ്യുന്നു, ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശിർക്ക് എന്താണ് ബിദഅത്താണ്, തൗഹീദ് എന്താണ് ശിർക്ക് എന്താണ് മനസ്സിലാക്കി. പിന്നെ സുന്നത്താണ് ബിദഅത്താണ്. എന്താ സുന്നത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രവർത്തിച്ചത്, കൽപ്പിച്ചത്, അംഗീകരിച്ചത്, ഇത് സുന്നത്ത്. ഇതിൽ പെടാത്ത കാര്യങ്ങൾ നല്ലതുകളൊക്കെ ചെയ്യുക, അതൊക്കെ തന്നെ ബിദഅത്താണ്, വലാലിന് ഒഴിച്ച് മാർഗ്ഗമാണ്. അങ്ങനെ ബിദഅത്ത് ചെയ്യുമ്പോഴാണ് ശിർക്കിൽ എത്തിപ്പെടുക. എല്ലാ ബിദഅത്തുകളുണ്ടല്ല ശിർക്കിൽ എത്തിപ്പെടില്ല. ഇപ്പം നിസ്കരിച്ചിരുന്നതിന് ശേഷം അള്ളാഹുവിനോട് ദ്വാരക്കാണ് ഇമാമ് പള്ളിക്കൽ, അവർ അള്ളാഹുയെ പാമ്പ് തന്നെ അള്ളാഹുയെ അപ്പം ജനറൽ അമ്മീൻ പറയും, അത് ബിദഅത്താണ്. നേരെ മറിച്ച് എന്ത് ചെയ്തു, മനുഷ്യരോട് പ്രാർത്ഥിക്കുന്നത് പരിങ്ങളെ രക്ഷിക്കണേ, മരിശയ്ക്ക് കാക്കണേ, ശേഷം അതാ തോന്നുന്നു ഹുതുബൈത്തിയിരുന്നു പുതിയ പാമ്പൂർത്തേന, അത് എന്തായി ബിദഅത്തെ ശുർക്കുമായി. മനസ്സിലായല്ലോ? അപ്പോൾ ഷർറുൽ ഉമൂർ അതിൽ നിന്ന് വിട്ട് മനസ്സിലായല്ലോ? നിമിഷം പഠിപ്പിച്ചു തരാത്ത പ്രവർത്തിക്കുക. അമലൻ ലൈസ അലൈഹി അംറുനാ ഫർദ്, വല്ല വൃത്തിയും പഠിച്ചു അനുവേലിൻ്റെ കൽപ്പിൽ തള്ളിക്കളയാം. ഷർറുൽ ഉമൂർ അതൊക്കെ ഷറായത് പുതിയത് പിടിച്ചുണ്ടാക്കി നബി സ്വയം പഠിപ്പിച്ചു തരാത്ത. അപ്പോൾ സുന്നത്തോ നേരെ വിപരീതം നിമിഷം പഠിപ്പിച്ചു തന്നത്. മനസ്സിലായ? സത്യം അള്ളാഹു തആല പറഞ്ഞു, തർക്കങ്ങൾ കാര്യങ്ങളുണ്ടായാൽ എന്ത് ചെയ്യണം? ഖുർആനിലേക്ക് സുന്നത്തുകൾ മടക്കുക. അല റബ്ബിക്, റബ്ബിൽ തന്നെ സത്യം ലായുമിനൂന, വിശ്വാസികളാവില്ല ഹത്താ യഹ്കുമുക, അവർ വിശ്വാസികളാവില്ല ഇല്ല പ്രവാചകരെ താങ്കൾ വിധികർത്താവ് സ്വീകരിക്കുന്നവരെ സത്യം ചെയ്ത അള്ളാഹു തആല പറഞ്ഞു. അല റബ്ബിക് സൂറത്ത് നിസായിൽ നമുക്ക് കാണുന്ന ഒരായത്ത്. ഫല റബ്ബിൻ റബ്ബൻ തന്നെ, എന്നാൽ റബ്ബൻ തന്നെ സത്യം, ഫല റബ്ബിക് റബ്ബൻ തന്നെ സത്യം, ലായുമിനൂന അവർ വിശ്വാസികളാവുകയില്ല ഹത്താ യഹ്കുമുക പ്രവാചകർ താങ്കൾ വിധികർത്താവ് സ്വീകരിക്കുന്നവരേക്കും ഫീമ ഷജറ ബൈനഹും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ. ഏത് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വരികയാണെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി എന്താണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, അത് നോക്കിയിട്ട് അത് സ്വീകരിക്കണം. ഫത്വ എന്താണ്, ഖുർആൻ ഹദീസ് ഇല്ലാതെ ഏതെങ്കിലും ഫത്വൻ്റെ പിന്നാലെ നമ്മൾ പോയിക്കൂടാ. അള്ളാഹ് എന്ത് പറഞ്ഞു, അള്ളാഹ് റസൂൽ എന്ത് പറഞ്ഞു? റസൂൽ പഠിപ്പിച്ച മാതിരിയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നില്ല. അതെന്താണ്, അത് കണ്ടറിയുന്നവരെ എന്താവില്ല, നമ്മൾ വിശ്വാസിയാവില്ല. അപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കണം, അത് ഫറളാണ്. മനസ്സിലായ? അതാണ് ഞങ്ങൾ ഖുർആൻ ഹദീസും അർത്ഥവും വായിച്ച് പഠിക്കുക, അത് ഫറളാണ്. ആ കാര്യമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകണ്ടോ? വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. സുന്നത്തെന്ത്, ബിദഅത്തെന്ത്, തൗഹീദ് എന്ത്, ശിർക്കെന്ത് നമ്മളിത് സ്വീകരിച്ചു, ആവർത്തി സ്വീകരിച്ചു. മനസ്സിലായ? അപ്പം എന്ത് ചെയ്യാം? സുന്നത്തും ബിദഅത്തും പഠിക്കുക, ഇന്നതാണ് വേർതിരിച്ച് പഠിക്കുക. ശിർക്കും ബിദഅത്തും പഠിക്കുക. ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കുക, തൗഹീദോട് ജീവിക്കുക. പിന്നെ എന്താ, ബിദഅത്തിൽ വിട്ടു നിൽക്കുക, സുന്നത്തോട് ജീവിക്കുക. അപ്പോൾ നമുക്ക് സ്വർഗം കിട്ടുക. ബിദഅത്ത് ചെയ്താൽ എന്താ അപകടം? അമലുകളൊന്നും തന്നെ അല്ലാഹു സ്വീകരിക്കില്ല. മാത്രമല്ല ചിലത് എന്ത് ശിർക്കിൽ എത്തിപ്പെടുകയും കാലകാലം നരകത്തിന് അവകാശികളായി മാറുകയും ചെയ്യും. അപ്പോൾ ആ ഗൗരവത്തോടു കൂടി ഈ കാര്യം ഓർക്കുക. ഇന്നെന്ത് ചെയ്യുന്നു, ഞങ്ങൾ തുടക്കം ഓതി കേൾപ്പിച്ച ഒരായത്തും ചില ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത ഹദീസിനെ സംബന്ധിച്ച് ചെറിയ വിശകലനം നൽകിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ്. അപ്പോൾ ഒന്നാമതായിട്ട് എന്ത് ചെയ്യണം, ഒരു ആയത്തിനെ ഓതിയിട്ടുണ്ടായി. സൂറത്ത് ഏതിൽ നിന്നാണ് ആയത്ത് ഓതിയത്? സൂറത്ത് ബഖറയിൽ നിന്ന്. എത്രാമത്തെ ആയത്താണ്? ചിലപ്പോൾ നമ്പറൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഏതായാലും ശരി, സൂറത്ത് ബഖറയിൽ ഏകദേശം ഒരു ചില മസാല 197 98 പലരും പല പ്രിൻ്റ് ചെയ്യുന്നില്ലല്ലോ. അതിൻ്റെ കാരണങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഏതായാലും ശരി, ഞാൻ വായിച്ചു ആയത്ത് ഏകദേശം താഴെ മീതൊക്കെ നോക്കുക പരിഭാഷകളുള്ളവർ. എന്താണ് വായിച്ച് അയച്ച്? ഇതാ കേട്ടോളൂ, ബിസ്മില്ലാ. ശബ്ദത്തിലാക്കിയാൽ കേട്ടോളി, ഞാൻ ചോദ്യം ചോദിക്കും, ഉത്തരം പറയേണ്ടായിട്ട് വരും. അൽ ഹജ്ജ് അശ്ഹുർ മഅലൂമാത്ത്, ഹജ്ജ് കാലം അറിയപ്പെട്ട മാസങ്ങളാവുന്നു. ഫമൻ റഫദ ഫീന ഹജ്ജ, ആ മാസത്തിൽ ആരെങ്കിലും ഹജ്ജ് കർമ്മത്തിൽ പ്രവേശിച്ചാൽ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാൽ ഹജ്ജ്. ശ്രദ്ധിക്കുന്നില്ലേ? ഹജ്ജ് കാലം അറിയപ്പെട്ട മാസങ്ങളാവുന്നു. ആ മാസങ്ങളിൽ ആരെങ്കിലും, ഹജ്ജ് മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജ് കർമ്മത്തിൽ പ്രവേശിച്ചാൽ, എന്ന് ഹെറാൻ കിട്ടിയാൽ, ഹജ്ജ് ഹെറാൻ കിട്ടിയാൽ, ഹജ്ജിനായി പോയാൽ, ഹജ്ജിന് ഹെറാൻ കിട്ടിയാൽ അപ്പോഴല്ല ഹജ്ജിൽ പ്രവേശിക്കലാല്. എന്ത് ചെയ്യുന്നു? പിന്നീട് എന്ത് പറ്റൂല? ഫലാ റഫദ വലാ ഫുസൂഖ വലാ ജിദാൽ ഫിൽ ഹജ്ജ്. ഹജ്ജിൽ 3 കാര്യങ്ങൾ പറ്റൂല. ഒന്ന് എന്താണ്? സ്ത്രീ പുരുഷ സംസർഗം. സ്ത്രീ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? സലപിക്കാൻ പാടില്ല. പിന്നെന്ത് പാടില്ല? ഫുസൂഖ് പാടില്ല, ദുർവൃത്തി, ഹറാമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല.
പിന്നെന്ത് പാടില്ല? വേറെയും പല കാര്യങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹറാമായ കാര്യങ്ങൾ വേറെ അല്ലാത്ത ഹറാമായ കാര്യങ്ങൾ കുറേ ഉണ്ടല്ലോ. അതൊക്കെ ഹജ്ജിന് പ്രവേശിക്കുമ്പോഴോ കാര്യങ്ങൾ ഓർക്കുക. ഇപ്പം നിസ്കാരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തല്ല കുറേ കാര്യം ഹറാമാകുന്നുണ്ട്. തക്ബീർ ഇഹ്റാം എന്ന് പറയാം. അതുപോലെ ഇഹ്റാം എന്നാണെങ്കിൽ അതുവരെ നമുക്ക് അനുവദീയമായ കാര്യങ്ങളും ഇത് ഹറാമാക്കുന്നു. മനസ്സിലാണ്ട? ഹലായ ഹറാമാക്കുകയാണ് നമ്മൾ ഹജ്ജിന് ഇഹ്റാം കിട്ടിക്കഴിഞ്ഞാൽ. അതിന് പുറമേ എന്ത് ചെയ്യുന്നു? മ്ലേച്ഛമായ കാര്യങ്ങൾ, ദുർവൃത്തിൽ സ്ത്രീ സല്ലാപ്പം, ഭാര്യ ഭർത്താക്കന്മാർ അയാൾ പോലും പാടില്ല. സ്ത്രീ സല്ലാപ്പം പാടില്ല. ദുർവൃത്തികൾ ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. പിന്നെ വഴക്ക് ഇടാനും പാടില്ല. വഴക്കേറ്റുക, തർക്കിക്കുക, ഇതൊന്നും ഒന്നും ഹജ്ജിനുണ്ടാകാൻ പാടില്ല. വലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാൽ ഫിൽ ഹജ്ജ്. ഹജ്ജിൽ എന്ത് ചെയ്യാൻ പാടില്ല? പ്രവേശിങ്ങനെ ഹം കെട്ടിക്കഴിഞ്ഞാൽ ഒന്നും പാടില്ല. അല്ലാത്തതും പാടില്ല. ഇതിൽ പ്രത്യേകം പാടില്ല. ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ബാക്കിയായി പോവും. അല്ലാത്തപ്പോഴും പാടില്ല. ഹറാമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ഹലാല കാര്യങ്ങളുണ്ട് ഹജ്ജ് ഇല്ലാത്തപ്പോഴേ അതൊക്കെ ഇപ്പം തലമറക്കാൻ പാടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തുന്നി വസ്ത്രം ധരിക്കാൻ പാടില്ല. തലമുടി വെട്ടാൻ പാടില്ല. തടി വെട്ടാൻ പാടില്ല. മീശ വെട്ടാൻ പാടില്ല. താടി വളരണം, പണ്ടാൻ വിടണം. താടി വടിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. എപ്പോഴും പാടില്ല. ഹജ്ജിനും അല്ലാത്തപ്പോൾ ഒന്നും താടി എന്ത് ചെയ്യാൻ പാടില്ല? വെട്ടാണ്ടിരിക്കുക. താടി വളർത്തുക. താടി വടിക്കേണ്ടതാവുന്നു ഹറാമായ കാര്യമായിട്ടാണ് അറിയപ്പെടുന്നത്. മനസ്സിലായ? താടി വളർത്തുന്ന മുസ്ലിമുകൾ മീശ വെട്ടുക, ചെറുതാക്കുക. അപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലോ മുഖം മറക്കാൻ പാടില്ല. മുഖയ്യ മറക്കാൻ പാടില്ല. മുഖമല്ലാത്ത ഒന്നും സ്ത്രീകൾക്ക് മറക്കാൻ പാടില്ല. മറ്റൊക്കെ മറക്കണം. പദ്ധതി നമുക്ക് തുന്നി വസ്ത്രമൊക്കെ ഉപയോഗിക്കുക. ആണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? തുന്നി വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല. ഹജ്ജിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ കാര്യം തല മറക്കാൻ പാടില്ല. അതൊക്കെ നമുക്ക് അല്ലാത്ത സമയത്ത് എന്താണ് അനുമതിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അത് ഹറാമാക്കുന്നത്. കൂടാതെ പൊതുവായി ഹറാമായ കാര്യങ്ങൾ ഇപ്പോൾ ഭാര്യമാർക്ക് ഹജ്ജല്ലാത്തപ്പോൾ സല്ലപിക്കാമല്ലോ, അത് പാടില്ല. ഹജ്ജ് പ്രവേശിച്ച് കഴിഞ്ഞാൽ അനുവദനീയമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് വിരോധിച്ചു തന്നിട്ടുണ്ട്. തഖ്വയോട് ജീവിക്കാൻ നമുക്ക് ആവശ്യമായിട്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്. അള്ളാഹുവിനേക്കാണ് നേരിട്ട് അടുത്ത് അള്ളാഹുവിന് നമ്മൾ സങ്കടം പറയാം. അപ്പോൾ ഹജ്ജിന് എന്ത് പാടില്ല? ഇതൊന്നും പാടില്ല. അപ്പോൾ ഹജ്ജ് അശ്ഹുർ മഅലൂമാത്ത്. ഫമൻ ഫറദ ഫീഹിൽ ഹജ്ജ വലാ റഫദ വലാ ഫുസൂഖ വലാ ജിദാൽ ഹജ്ജ്. ഹജ്ജ് കാലം അറിയപ്പെട്ട മാസങ്ങളാകുന്നു. ആ മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജ് കർമ്മത്തിൽ പ്രവേശിച്ചാൽ സ്ത്രീ പുരുഷ സർഗമോ അല്ല സല്ലാപമോ പ്രവൃത്തിയോ വഴക്കോ ഹജ്ജിനിടയിൽ പാടുള്ളതല്ല. അത് അമ്മാ തുഹലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ അലീം. നിങ്ങൾ ഏതൊരു സർവൃത്തി ചെയ്തിരുന്നാലും അള്ളാഹു അതറിയുന്നതാണ്. ഹജ്ജിന് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ഒരുങ്ങിപ്പോവുക. ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പഴയ കാലത്തൊക്കെ ഒരുപാട് ഒരുക്കങ്ങൾ, ഭക്ഷണ സൗകര്യങ്ങൾ കൊണ്ടുപോകണം, വെള്ളം ഇതൊക്കെ കഴിയുന്നത്ര കൊണ്ടുപോകണം, കുറേ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ, വസ്ത്രങ്ങൾ ഭക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യണം? ഒരുക്കി കൊണ്ടുപോകണം. പാതയം ഒരുക്കി കൊണ്ടുപോകണം. അതാണ് സവ്വദു. പക്ഷേ അതിന് കൂടുതൽ എന്ത് വേണം? പിന്നെ ഹൈർ തഖ്വ, അതാണ് ഏറ്റവും ഹറായ പാതയം. അതായത് തഖ്വയെ പറ്റി പറഞ്ഞല്ലോ, വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായി ഇട്ടിക്കുക, നിർബന്ധ കൽപ്പന ജീവിതത്തിൽ പൂർണ്ണമായും പാർട്ടിയുമാക്കുക, സുന്നത്തെ കർമ്മങ്ങൾ കഴിയുന്നതിൽ കൊണ്ടുവരിക. ഏതാ തഖ്വ? ചുരുക്കം പറയുന്നത് ആ തഖ്വ നമുക്ക് ഉണ്ടായിരിക്കണം ഹജ്ജിന് പോകുമ്പോൾ. അതാണ് ഏറ്റവും വലിയ ഒരുക്കണം ഒരുങ്ങേണ്ടത് എന്ന് മനസ്സിലായോ? പിന്നെ ഹൈറ സാദി തഖ്വ. പാതയങ്ങളിൽ വെച്ചിട്ട് നമ്മൾ ഒരുക്കങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഒരുക്കം എന്തായിരിക്കണം? തഖ്വ ഉള്ളതാവുക. പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല, വരികൾ രക്ഷിക്കാൻ വേണ്ടി ശിക്കാക്കാൻ മുസ്ലിം പ്രവർത്തനം തന്നെ അത് പാടില്ല. കാരണം ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് നബിസ്വലാഹി ഖബറിൽ പോയിട്ട് എന്തെങ്കിലും സങ്കടം പറയുന്ന ഒരു പതിവ് ഇപ്പോഴും നിലക്കുന്നുണ്ട്. നബിസ്വലാഹി അമ്മൂന്ന് സമ്പ്രദായമുണ്ട്. അത് തഖ്വയല്ല. അള്ളാഹിനോടായിരിക്കണം. അള്ളാഹ് കോപ്പിക്കും. അള്ളാഹ് വേറെ ദ്വാരുന്നുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ അടിയിൽ അടയാളം വേണ്ട, നേരെ അള്ളാഹ് പ്രാർത്ഥിക്കണം. അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അല്ലാതെ ഇടയിൽ അടയാളന്മാരെ ശുപാർശക്കാരെ വെച്ച് പ്രാർത്ഥിച്ചാൽ അത് കോപ്പിക്കും. അപ്പോൾ നബിനോടൊന്നും സങ്കടം പറയണ്ട. എല്ലാവരും നബി അടക്കം എല്ലാവരും ചെയ്യണം, അള്ളാഹുവിനോട് സങ്കടം പറയാം, അള്ളാഹുവിനോട് പാപം തേടുക, നബിനോട് പാപം ചെയ്യാൻ പാടില്ല. ഒക്കെ ഇബാദത്തുകളൊക്കെ അള്ളാഹിനെ അർപ്പിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല, അതും ചെയ്യാൻ പാടില്ല. മനസ്സിലായ? ഒരുക്കങ്ങൾ എന്തായിരിക്കണം? ആ തഖ്വ എല്ലാം അള്ളാഹുവിനായിരിക്കുക, ഇബാദത്തുകളൊക്കെ അള്ളാഹുവിനായിരിക്കുക. തെറ്റുകുറ്റങ്ങൾ വിട്ടു നിൽക്കുക, ഹൈറായ കാര്യങ്ങൾ ചെയ്യുക, വിരോധിച്ച കാര്യം വിട്ടു നിൽക്കുക. ഏറ്റവും അതാണ് തഖ്വ.
മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നിങ്ങൾ നന്നായിട്ട് ഒരുക്കേണ്ടത്. പിന്നെ ഒത്തഹൂനി വീണ്ടും അള്ളാഹു ഇന്ന് നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹു നിങ്ങൾ കൽപ്പനകൾ നിങ്ങൾ എന്ത് ചെയ്യുക? എന്നാൽ യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് സൂക്ഷ്മതയാകുന്നു. ബുദ്ധിശാലികളെ നിങ്ങൾ എന്നെ സൂക്ഷിച്ചു ജീവിക്കുക. ഒത്തഹൂനി നിങ്ങൾ സൂക്ഷിക്കുക. യാ ഉലി അൽബാബ്, ബുദ്ധിമാന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത് സൂക്ഷ്മത നമുക്ക് എന്ത് വേണം? എല്ലാ രംഗത്തും ഉണ്ടാവണം. കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പറഞ്ഞാൽ നീട്ടുന്നില്ല, സമയം ദീർഘിപ്പിച്ചു പോയി. ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു കാര്യം കൂടി ഓർക്കുകയാണ്. സുപ്രധാനമായ സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി ആര് നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും. അതായത് ഹദീസുകളൊക്കെ എന്ത് ചെയ്യുന്നത് ഗ്രൂപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സംശയം തീർക്കുക, അറിവുള്ളവർ ചോദിച്ചിട്ട്. അറിയുന്നവർക്ക് പിന്നെ തെളിവല്ല, അറിയുന്നവരും അറിയാത്തവരും പറ്റുന്ന തെറ്റാണത്. അതായത് ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്താണ്, ആരെങ്കിലും ഞാൻ ഹദീസുകളൊക്കെ പോസ്റ്റ് ചെയ്ത് പറഞ്ഞാവുമ്പോൾ സമയം വൈകുന്നുള്ള എനിക്ക് ചുരുക്കി പറയണം. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം من صلى الفجر في جماعة ثم قعد يذكر الله تعالى حتى تطلع الشمس ثم صلى ركعتين كانت كأجر حجة وعمرة تامة تامة تامة. തിർമിദി റിപ്പോർട്ട് ഹദീസാണിത്. ഈ ഹദീസിനെ സംബന്ധിച്ച് തിർമിദി പിന്നെ ഈ ഹദീസിനെ സംബന്ധിച്ച് ഇന്നുണ്ട് അദ്കാർ എന്ന കിതാബിൽ പറയുന്നുണ്ട്. നബിമാൻ്റെ കിതാബാണ് അദ്കാറിൽ. ഏത് ബാബിലാണ്? ബാബുൻ ഹസ്സ അലാ ദിക്രില്ലാഹി തആല ബഅദ സ്വലാത്തി സുബ്ഹി എന്ന അധ്യായത്തിലാണ് പറയുന്നത് ഈ ഹദീസ്. എന്താണ് വിഷയം? ഈ ഹദീസ് എന്താണ്? സഹീഹല്ല ഈ ഹദീസ്. ഈ ഹദീസ് സഹീഹല്ല. ആശയം പറയും എന്താണ് ഹദീസിലുള്ളത്? സഹീഹല്ല. എന്താണ്? ഹസനാണുള്ളത്. ഒരു ഹദീസ് സഹീഹാണെങ്കിൽ 5 പ്രധാന നിബന്ധനകളുണ്ട്. അതിൽപ്പെട്ട ഒരു നിബന്ധന എന്താകുന്നു? നല്ല ഓർമ്മശക്തിയുള്ള ആളായിരിക്കണം ഹദീസ് പറയേണ്ടതെന്നാണ്. അതില്ലെങ്കിൽ എന്ത് തോന്നുന്നു? ഹസനാണ്. അപ്പോൾ ഈ ഹദീസ് ഹസന, സഹിയല്ല, ഹസനാണ്. 4 ഗുണങ്ങളേ ഉള്ളൂ. സഹി ഹദീസിന് 5 ഗുണങ്ങൾ വേണം, 4 ഗുണം എന്തിനുണ്ട്. പക്ഷെ ഒരു ഗുണം എന്തില്ല, ഇല്ല. അതെന്താണ്? ഓർമ്മശക്തി ഇല്ലാത്ത ആളിലൂടെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സഹി ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം? ഓർമ്മശക്തി ഉള്ളവരിലൂടെ ആയിരിക്കണം. അപ്പോഴെന്തായി? അപ്പോഴേ 5 ഗുണം ഉണ്ടാവുമ്പോൾ സഹി ആവുള്ളൂ. അപ്പോൾ ഈ ഹദീസ് തിർമിദി എന്ന് പറയുന്നു, അത് എന്താണ് 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 ഹദീസ് ഹസനാണ്. പിന്നെ ഗരീബുമാണ്. ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലക്ഷക്കണക്കിന് സാഹിബന്മാരുണ്ടായിട്ട് ഒരാൾ കൂടി അല്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ ഈ 2 കാരണത്താൽ എന്ത് ചെയ്യുന്നു? അത് മാറ്റി നിർത്തുക. എന്താ പറഞ്ഞ കാര്യം? ഇത് മറ്റുമല്ല, എന്താണ്, വേറെ ചിലർ ലൈഫാണ് എന്ന് പറഞ്ഞിട്ട് അത് എവിടെ പറഞ്ഞത്? താഴെ അടിക്കുറിപ്പ് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് അതിന് കിതാബ് അദ്കാറിൽ ഹദീസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? അടിക്കുറിപ്പ് ഇട്ടിട്ടുണ്ട്. 181 ഹദീസാണ് അതിങ്ങോട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണുള്ളത്? ഖാൽ ഹാഫിദ് ലൈഫാണ്. ഏത് എവിടെ പറഞ്ഞു? തർക്കീബ് നൽകിയത് പറഞ്ഞു. മഹാപണ്ഡിതനാണ് കേട്ടോ. പിന്നെ അത് പിന്നെ അൽ കബീർ എന്ന ഗ്രന്ഥത്തിലും എന്ത് പറഞ്ഞു? അത് ലൈഫാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ലൈഫാണ്, മറ്റൊന്ന് ഹസനാണ്, ഗരീബാണ്, സഹി അല്ല. അതുകൊണ്ടെന്തല്ല, ഈ ഹദീസ് പറഞ്ഞ കാര്യങ്ങൾ ആ ഹദീസിനെ അടിസ്ഥാനം വിട്ട് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? അമലുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് കാര്യം? എന്താ കാര്യം? ഹജ്ജും ഉംറയും ചെയ്ത കൂലി കിട്ടാനാണ് ആളുകൾ ചെയ്യിപ്പിക്കുന്നത്. പണ്ഡിതന്മാർ പോലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ പണ്ഡിതന്മാർ പോലും ഇന്ന് പ്രസംഗത്തിൽ കൂടി പറയുന്നുണ്ട്. പക്ഷെ അവർ എന്തുകൊണ്ടങ്ങനെ ഈ ഹദീസ് പറയേണ്ട? ഇതേമാതിരി ഹജ്ജും ഉംറയും ചെയ്ത് കൂലി കിട്ടുന്ന വേറെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ പറയാൻ ഇങ്ങോട്ടെ സഹീഹ് ഹദീസുകൾ വന്നിട്ടുണ്ട്, സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ഹദീസുകളുണ്ട്. ഈ ഹദീസ് ഹസനാണ്, ലൈഫാണ്, ഗരീബാണ് ഇരിക്കെ ഇത് പറഞ്ഞുകൊണ്ട് എന്ത് വേണ്ട? ആ കാര്യം പറയണ്ട. തന്നെയല്ല, ഇത് വളരെ നിബന്ധനകൾ ഇതിലുണ്ട്. വേറെ നിബന്ധന ഇല്ലാത്ത ഇതേ കാര്യം കിട്ടുന്ന വേറെ ഹദീസുണ്ട്. അത് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അതേതാ? ഇതിന് നിബന്ധന എന്താണ്? ഒരാൾ ഫജ്ർ സുബഹി നിസ്കരിക്കുക ജമാഅത്തായിട്ട്, എന്നിട്ടോ സുമ്മാടി ഇരിക്കുക നിസ്കരിച്ച് കഴിഞ്ഞ ശേഷം, ജമാഅത്തായി ഇരിക്കുക, നിസ്കരിക്കുക, എന്നിട്ട് അവിടെ ഇരിക്കുക.
സാധാരണ പള്ളിയിൽ വെച്ചാണ് നമസ്കരിക്കാറുള്ളത്. പുരുഷന്മാർ പള്ളിയിൽ വെച്ചാണ് നമസ്കരിക്കേണ്ടത് കേട്ടാ. ഫറദാണത്. പള്ളിയിൽ ഉണ്ടായിക്കൊണ്ട് ബാങ്ക് കൊടുക്കുന്നിടത്ത് പള്ളിയിൽ പോയി നിസ്കരിച്ച് കഴിഞ്ഞാൽ മുനാഫിക്കിൻ്റെ പട്ടികയിലാണല്ലോ അവർ ചുട്ടുകരിച്ചാൽ ഞാൻ കരുതുന്നതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്ത്രീകൾക്ക് എന്താവാം, വീട്ടിൽ നിന്നും ആവാം, പള്ളിയിൽ നിന്നും ആവാം. ആ വിഷയത്തേക്ക് സ്ത്രീകളെ പള്ളി പ്രവേശനം പിന്നെ അവസരത്താവാം. ശുദ്ധിയുള്ളപ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്ക് പോകാം, പള്ളിയിൽ പോകാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് തടയരുത് എന്ന് പറഞ്ഞത്. ഒരു വീടാണ് ഉത്തമം ആണെങ്കിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ തടയരുത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്ടമുള്ളതാവാം, പള്ളിയിൽ വെച്ചാവാം, വീട്ടിൽ വെച്ചിട്ടാവാം. പക്ഷെ എന്ത് പറ്റൂല, പുരുഷന്മാർക്ക് നമസ്കാരം പള്ളി വെച്ചിട്ട് തന്നെ നിസ്കരിക്കണം. എതിരുണ്ടെങ്കിൽ അവർക്കും രോഗിയാണ്, വയസ്സായി ആവാം, വീട്ടിൽ വെച്ചിട്ടാവാം. എതിരില്ലെങ്കിൽ പള്ളി വെച്ചിട്ട് തന്നെ ആവണം എന്ത് നമസ്കാരം. അപ്പോൾ എന്ത് ചെയ്തു, ജമാഅത്തായി നമസ്കരിക്കുക. എന്നിട്ട് ദിക്ർ ദുആകൾ ചൊല്ലിക്കൊണ്ട് സൂര്യ ഉദിക്കുവോളം അവിടെ ഇരിക്കുക. ഇന്ന് സൂര്യ ഉദിച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം രണ്ടൊക്കെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സേരിച്ചാൽ കാജിൽ ഹജ്ജത്തെ ഉമറത്തിന് താമത്താണ് പൂർണ്ണമായും ഒരു ഹജ്ജും ഉംറയും നിർവഹിച്ച് കൂലി അവർക്ക് കിട്ടും എന്നുള്ളതാണ് കേട്ടാ. അപ്പോൾ തിരുമതി റിപ്പോർട്ട് ചെയ്യുന്നത് ഹദീസ് ഹസനാണ്. അതും റിപ്പോർട്ട് ചെയ്യുന്നത് വിശദീകരണത്തിൽ ഗരീബാണ്, വൈഫാണെന്ന് പറയുന്നത്. വൈഫ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, വൈഫായ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, തിരിഞ്ഞെടുക്കാൻ പറ്റില്ല. ഇനി ഇതേ കാര്യം ഹജ്ജും ഉംറയും ജോലി കിട്ടാൻ എന്ത് വേണം, ഉമ്മ വെറ്റ കുഞ്ഞിനെ പോലെ ശുദ്ധീകരിക്കാൻ ഹജ്ജും ഉംറയും ചെയ്യാന്നുള്ളതാണ്. ചെയ്ത് കഴിഞ്ഞിട്ട് ഉമ്മ വെറ്റ കുഞ്ഞിനെ പോലെ കിട്ടും, ആവശ്യത്ത് വരും. അപ്പോൾ ഹജ്ജും ഉംറയും ചെയ്യാതെ തന്നെ കൂലി നമുക്ക് ഹജ്ജിന് നമ്മൾക്ക് പോകാതെ തന്നെ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ വെയിൽ നിന്നുകൊണ്ട് നമുക്ക് ഹജ്ജും ഉംറയും ചെയ്ത് കൂലി കിട്ടാൻ ഒരുപാട് അമൽ വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ട്. അതിൽപ്പെട്ട വേറെ അമലാണ് സഹീൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തുന്നത്. ഇത്ര പണിയൊന്നുമില്ല. ഇതിപ്പോൾ സുബീക്ക് പള്ളിയിൽ പോകണം, അവിടെ നിസ്കരിക്കണം, ജമാഅത്ത് നിസ്കരിക്കണം, അവിടെ കുത്തിറക്കണം, സൂര്യക്കോടെ ഇരിക്കണം, വേറെ പണിക്കൊന്നും പോകാൻ പറ്റില്ല, ദിക്റുദുആ നിസ്കരിച്ച് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം രണ്ടൊക്കെ സുന്നസ്കരിക്കണം. കണ്ട എത്രമാണ് ചുരുങ്ങിയത്, എത്ര മണിക്കൂർ, മണിക്കൂറുകൾ അധ്വാനിക്കണം. അതേ കൂലി കിട്ടുന്ന എളുപ്പമാർഗം വേറൊന്ന് വിശ്വാസം പഠിപ്പിച്ചു തന്നു. സഹീവാണ്, സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്, കേട്ടോളി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നേരം ഒന്നുണ്ടാക്കുക. മനസ്സിലായ കഴുകേണ്ട ഭാഗങ്ങളൊക്കെ കഴുകുക, വെള്ളങ്ങൾ വളരെ ചുരുക്കി ധാരാളമായി കഴുകേണ്ട, കുറേശ്ശെ കഴുകുക, ഒന്നും ചെല്ലണ്ട, ബിസ്മില്ലാഹി ചൊല്ലാൻ തുടങ്ങുക. പിന്നെ ഒന്നുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥന പഠിപ്പിക്കുക. അപ്പോൾ ഓരോ അവയവങ്ങൾ കഴുകുന്നതോടുകൂടി എന്ത് ചെയ്തു, നമ്മളെ പാപങ്ങൾ അതിൽ ഒളിച്ചു പോകുന്ന ആളുകൾ. മുഖം കഴുകുമ്പോൾ കണ്ണുകൊണ്ട് നോക്കി കണ്ടാൽ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകൾ പാപങ്ങൾ, ചെവി തടവുമ്പോൾ ചെവി കൊണ്ട് കേട്ട കാര്യങ്ങൾ, പിന്നെ നമ്മൾ മനസ്സിൽ പോയി തല തടവുമ്പോൾ ബുദ്ധി ശക്തി അതുകൊണ്ട് ചിന്തിച്ച് തെറ്റിലേക്ക് അത് പോയി. കൈകൊണ്ട് പ്രവർത്തിച്ചിരിക്കുമ്പോൾ കൈകൊണ്ട് ചെയ്ത പാപങ്ങളൊക്കെ ഒളിച്ചുപോയി. കാലുകൊണ്ട് എങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ നടക്കാൻ പോകാൻ വേണ്ടി പോയി കാലുകൊണ്ട് ചെയ്ത പാപം കാലുകളിലും പോയി, മുഴുവൻ ഒളിച്ചു പോയി. പിന്നെ പ്രാർത്ഥിച്ചു. പിന്നീട് എന്ത് ചെയ്തു, ഒരു ഷർത്ത് വെച്ചത് രണ്ടരക്കാ നിസ്കരിക്കാന്നുള്ളതാണ്. ഫർളെന്നോ സുന്നത്താണോ ജമാഅത്തൊന്നും പറയില്ല. പിന്നെ എന്ത് വേണം, ആ രണ്ടരക്കാ നിസ്കരിക്കുകയും ചെയ്യാം. രണ്ടര നിസ്കരിക്കുമ്പോൾ എന്ത് വേണം, ഫറ ഖൽബുഹു ലില്ലാഹി തആല, അതാണ് അതിൻ്റെ ഷർത്ത് പറഞ്ഞത്. ഖൽബ് നമ്മൾ അല്ലാഹുവിലേക്ക് തന്നെ ഒഴിച്ചു വിടുക, മറ്റ് ചിന്തകളൊന്നും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലാണ്ട, നമ്മൾ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഏത് നിസ്കാരമാണ് ശരി, നമ്മൾ ദിക്ർ നിയ്യത്ത് ചൊല്ലി പറയണ്ട, അത് ബിദഅത്താണ്. ഇതിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ഞാൻ രണ്ടരക്കാ നിസ്കരിക്കാൻ സുന്നത്താണ്, ഫർളാണ്, ഖിബലക്ക് മുന്നിട്ട് വാങ്ങിക്കൊണ്ടാണ്, ഇന്നൊന്നും ചൊല്ലി പറയാൻ നിമിഷം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങളാണ്, ബിദഅത്താണ്, എല്ലായിടത്തും വഴിച്ച് മാർഗമാണ്. മനസ്സിലാണ്ട, എങ്ങനെ വേണം, മനസ്സിൽ കരുതുക അല്ലാഹു അക്ബർ ചൊല്ലാണ് എന്ത് ചെയ്യേണ്ടത്, നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചൊല്ലിയേണ്ടത്. എന്നാൽ ചൊല്ലി നോമ്പ് നോക്കുമ്പോൾ നാളെ നോമ്പ് വെക്കുകയാണ്, ചൊല്ലി പറയണ്ട. ഏത് കർമ്മവും ചെയ്യുള്ളൂ എന്തേ ഉള്ളൂ, നമ്മൾ ചൊല്ലി പറയണ്ട, അള്ളാഹു ആ കാര്യം ചെയ്താൽ മതി. മനസ്സിലാണ്ട, കാര്യം മനസ്സിൽ കരുതുക, ഇത് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അങ്ങാടി പോകുമ്പോൾ പാലക്കാട്ട് പോകണം, ഞാൻ പാലക്കാട്ട് പോവുകയാണ്, ഞാൻ കോഴിക്കോട്ട് പോവുകയാണ് എന്ന് പറയണ്ട, നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടല്ല. പേക്കാരോട് പറയും ഞാൻ നാളെ കോഴിക്കോട് ബാംഗ്ലൂർ പോകുന്നു, ബോംബെ പോകുന്നു പറയുന്നല്ലാതെ നമ്മൾ ഇറങ്ങുമ്പോൾ ഞാൻ പാലക്കാട്ട് പോവാണ്, ഞാൻ കോഴിക്കോട്ട് പോവാണ്, ഞാൻ പള്ളിക്കാട് പോകുന്നുണ്ട്, ഞാൻ ബസ്സിലാണ് പോകുന്നുണ്ട്, അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ ഞാൻ സ്കൂളിലേക്കാണ് പോകേണ്ടത് നമ്മൾ ഒറ്റക്കാണ് പറയണ്ട, ഇല്ലല്ലോ. ഞാൻ മറിച്ചിക്കാണ് പോകേണ്ടത്, ഞാൻ ഖുർആൻ പഠിക്കാൻ പോകുന്നത്, ഞാൻ പള്ളിക്ക് പോകുന്നത്, ഇല്ലല്ലോ. മനസ്സിൽ കരുതിയാൽ പുറപ്പെടുക അല്ലേ. എന്ന മാതിരി തന്നെയാണ് ബിസ്മി ചൊല്ലുക, ഏതൊക്കെ നല്ല കാര്യങ്ങൾ ബിസ്മില്ല, പിന്നെ അല്ലാഹു അക്ബർ. അപ്പം എന്ത് ചെയ്യും,
ആ നീയത്തോടു കൂടി നീയത്ത് മനസ്സിൽ കരുതുക, അതാണ്. അപ്പം അങ്ങനെ ചെയ്യുക. ആ നീയത്തോടു കൂടി നിശ്വാസം ഒന്നുണ്ടാക്കാൻ പഠിപ്പിച്ചമാരെ ഒന്നുണ്ടാക്കിയിട്ടേ ഒന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എന്തല്ല ഒന്നുണ്ടാക്കുന്നതിന് മുമ്പ് ബിസ്മില്ല അല്ലാതെ അവയങ്ങൾ കൈക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എന്തല്ല മിണ്ടാണ്ടിരിക്കലാണ് വേണ്ടത്. മനസ്സിലാണ്ട പറഞ്ഞ മനസ്സിലാണ്ട. അപ്പോൾ ഒന്നും ചൊല്ലി പറയാനില്ല. ഒതു ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അവസാനം കഴിഞ്ഞ് കാലാണ് മുന്തി പുഷാനം കഴിയും. കാലൊക്കെ കഴിയുമ്പോൾ ശരിക്കും തടവി കഴുകണം. വിരലിൻ്റെ ഇടകളിലൊക്കെ കഴുകി, വിരലുകളൊക്കെ കഴിയുമ്പോൾ ഇടകളുടെ അടിയിൽ നഖത്ത് ചളി ഉണ്ടെങ്കിൽ നോക്കിയിട്ട് കഴുകി വരച്ച് മുഖം കഴിയുമ്പോൾ ഒക്കെ എല്ലാവരും തടവി എല്ലാ ഭാഗത്ത് വെള്ളം എത്തിച്ചുകൊണ്ട് തലനും ഒരു പ്രാവശ്യം എങ്ങനെയുണ്ട് 2 തള്ളവരലും ചെവിയിൽ വെക്കുക. എന്നിട്ട് പിന്നോട്ട് വെള്ളം ഒരു പ്രാവശ്യം എടുത്താൽ മതി. ഒരു പ്രാവശ്യം വെള്ളം എടുത്തിട്ട് ഇങ്ങനെ മുൻഭാഗത്ത് ഇങ്ങനെ പിന്നെ കണ്ടു കൊണ്ടുപോകുക. എന്നിട്ട് വീട് മുൻഭാഗത്ത് കൊണ്ടുവരിക. എന്നിട്ട് അതേ കൈകൊണ്ട് അതേ വരലുകൊണ്ട് ചെവി ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം തല കൊണ്ടുപോകും. ചിലർ എന്ത് 3 പ്രാവശ്യം തലയിടും, 3 പ്രാവശ്യം നെറ്റത്തിന് തൊട്ട് 3 പ്രാവശ്യം ചെവി. അതൊന്നും വേണം, ഒറ്റ പ്രാവശ്യം വെള്ളം എടുക്കുക. തല 2 തള്ളവിരൽ വിരൽ വെക്കുക, പിന്നേക്ക് ഫ്രണ്ടും പിന്നെ കൊണ്ടുപോകുക, പിന്നെ മുന്നോട്ട് വെക്കുക, വീണ്ടും ചെവി ഒറ്റ തള്ള കഴിഞ്ഞു. മനസ്സിലായ? പിന്നെ കാല് കഴുകുക. കാല് കഴുകുമ്പോൾ മുട്ടിൽ കീപ്പിട്ട് കഴുകാൻ പറ്റുക നല്ലതാണ്. കൈ കഴുകുമ്പോഴോ തോളിൽ കീപ്പിട്ട് കഴുകാൻ പറ്റുക നല്ലതാണ്. എത്രത്തോളം നമുക്ക് നീട്ടി കഴുകുന്നു അത്രത്തോളം നല്ലതാണ് കൈകാലി കഴിക്കുമ്പോൾ. എൻ്റെ വിരകളുടെ ഇടയിലൊക്കെ എന്ത് ചെയ്യുക, കൈകൊണ്ട് ഇങ്ങനെ തടവി കഴുകുക. വിരകളുടെ ഇടയിലൊക്കെ വെള്ളം പാട്ടമുണ്ട്. പള്ളിയൊക്കെ പോയാൽ കൊണ്ട് പാട്ടമാണ് പാരും കാൽമേൽ പറ്റൂല. മുമ്പിട്ട് നിന്ന് ആ വിരലിൻ്റെ ഇടയിലൊക്കെ വെള്ളം ചേർത്തി നഖമുണ്ടെങ്കിൽ നഖത്തിന് ചളി കളഞ്ഞ് 2 കാലുകളും ആദ്യം വലത്തെ കാല് കഴുകുക, 3 പ്രാവശ്യം, പിന്നെ രണ്ടാമത്തെ കയ്യും അങ്ങനെ തന്നെ. ആദ്യം വലത്തെ കാല് 3 പ്രാവശ്യം, വലത്തെ കൈ കഴുകുക. മുഖത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഒക്കെ കളയുക. പെയിൻറ്റോ മഷിയോ ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും കളയുക. വെളിഞ്ഞൊന്നും കാൽമേലൊന്നും ഉണ്ടാകാൻ പാടില്ല. പെയിൻറ്റുകൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകാണ്ട് ഒതുണ്ടാക്കിയതെങ്കിൽ ലിപ്സ്റ്റിക് കളയാതെ ഉണ്ടാക്കിയാൽ ഒതു ശരിയാവില്ല. ഒക്കെ തേച്ച് കഴുകി കളയണം. മനസ്സിലായ? ഒരു പെയിൻറ്റിങ് ഇനി ഒന്നും ഉണ്ടാകാൻ പാടില്ല. വെള്ളത്തിന് മുടക്കുന്ന പെയിൻറ്റോ പശേ ഒന്നും ഉണ്ടാകാൻ പാടില്ല ശരീരത്തിൻ്റെ അവയവങ്ങളിൽ. മനസ്സിലായ? ഒതുവിൻ്റെ അവയവങ്ങൾ. എന്നിട്ടങ്ങനെ എന്ത് ചെയ്യുക, നിസ്കരിച്ച് ഒതുണ്ടാക്കി എന്ത് ചെയ്യുക, ഒതുണ്ടാക്കുമ്പോൾ സംസാരിക്കേണ്ട, ജൊല്ലി പറയും വേണ്ട, ബിസ്മില്ലാ ഒതുണ്ടാക്കിയാൽ മതി. പിന്നെ ഒന്ന് കഴിഞ്ഞ ശേഷം പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തുവാ കയ്യൊക്കെ അകത്തേക്ക് നോക്കിയിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആവശ്യമില്ല കേട്ടാ. എന്ത് ചെയ്താൽ മതി, നമ്മൾ പതുക്കെ എല്ലാവരും കേൾക്കത്തൊക്കെ പ്രാർത്ഥിക്കുന്ന ആവശ്യമില്ല, പതുക്കാണ്ട് പ്രാർത്ഥിച്ചാൽ മതി. എന്താണ് അർത്ഥത്തോടുകൂടിയായിരിക്കും പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഫാത്തിഹ നമസ്കാരത്തിൽ പ്രവേശിച്ചു, നമസ്കാരത്തിൽ പ്രവേശിച്ചു, മനസ്സ് അള്ളാഹിലേക്ക് ഒഴിവാക്കുക. അതാ പറഞ്ഞത് അതാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റു ചിന്തകൾ പോകാണ്ടിരിക്കുക. എനിക്കിപ്പോൾ ക്ലാസ് നമസ്കാരം കഴിഞ്ഞ ശേഷം പിന്നെ സ്കൂളിൽ പോകണ്ട്, മദ്രസയിൽ പോകണ്ട്, അല്ലെങ്കിൽ കളിച്ചാൻ പോകണം, അങ്ങനെ ചിന്തകളൊന്നും ഉണ്ടാകാൻ പാടില്ല. കുട്ടികളാകുമ്പോൾ അങ്ങനെയല്ലേ, എന്തായാലും ആ ചിന്തകൾ മനസ്സിൽ വരാൻ പാടില്ല. എന്ത് ചെയ്യുന്നു, നമ്മൾ അള്ളാഹിനെ ഇങ്ങനെ കാണുക. ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതായ അള്ളാഹുവിനാവുന്നു. അപ്പോൾ അള്ളാഹു സംസാരിക്കുന്നുണ്ട്, എന്നടേന്ന് ചോദിച്ചു അർറഹ്മാൻ റഹീം, പരമകാരനും കരുണാനിധിയുമായിടുവൻ. അപ്പോൾ നമ്മൾ ഓർക്കുക. അപ്പോൾ അള്ളാഹു പറഞ്ഞു, എൻ്റെ അടയൻ പോയെത്തി മാലിക് യൗമിദ്ദീൻ, പ്രഹ്ലാദിന്റെ ഉടമസ്ഥൻ. അപ്പോൾ നമ്മൾ പരലോകത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ച് കൂട്ടുക. തീയിൻ്റെ മുമ്പിൽ അയാൾക്ക് മുമ്പ് ഒരുമിച്ച് കൂട്ടിക്കുക. വിചാരണക്കായിട്ട് 50,000 വർഷം അത് ഓർമ്മ വരിക. അപ്പോൾ എന്നിട്ട് മനസ്സിൽ ആഗ്രഹിക്കുക, കുറച്ചോനെ അതൊക്കെ നിരക്ഷപ്പെടുത്തരാനുമേ. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. അടുത്തത്, നിന്നെ മാത്രങ്ങൾ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രം സഹായം ചെയ്യിക്കുള്ളൂ. അപ്പോൾ പരസ്പര സഹായപ്പെടുത്താൻ എപ്പോഴുമില്ലട്ടാ, കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുള്ളത്. വൈബിയാകത്തെ സഹായപ്പെടുത്തുന്നത്, പ്രാർത്ഥനകൾ നേർച്ചകളൊക്കെ നിനക്ക് അർപ്പിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഫ്രിഡ്ജ് നമ്മൾ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിന്നെ മാത്രം ആരാധിക്കുള്ളൂ, എല്ലാം ആരാധന നിനക്ക്. പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ തന്നെ. ഇയ്യാക നസ്തഈൻ, ആരാധനപ്പെട്ട സഹായപ്പെടുത്തലുകൾ, വൈബിയാക സഹായപ്പെടുത്തൽ അത് അള്ളാഹുവോട് മാത്രം. പരിരക്ഷിക്കണേ, മതിശിക്കാക്കണേ, മുക്തിവിവാഹമില്ല, ഞാൻ ചെയ്യൂല. ഈശ്വരനെ രക്ഷിക്കണേ അങ്ങനെയൊന്നും പറയില്ല. അള്ളാഹുവെ രക്ഷിക്കണേ, അള്ളാഹുയെ പാപൂർത്തി തന്നെ. അപ്പോൾ ഋതിയാണത് ഇയ്യാക്കണം ഇയ്യാക നസ്തഈൻ. അപ്പോൾ അള്ളാഹു എന്താ പറയലേ, അത് എനിക്കും എൻ്റെ അടിയാൻ വലിയ കാര്യമാവുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഫാത്തിഹ ഓതേണ്ടത്. മറ്റു ചിന്തയിൽ പോകാതെ എന്ത് ചെയ്യുക, ഫാത്തിഹ ഓതുക. പിന്നെ സുന്നത്ത്, ഫാത്തിഹ ഓത് ഫർദാണ്. പിന്നെ ദിക്ർ ദുആകളൊക്കെ ഉണ്ട്, സുജൂദ് റുക്കൂലൊക്കെ ഉള്ള, അതൊക്കെ സുന്നത്തേ ഉള്ളൂ, ഫർദില്ല. പിന്നെ അത്തഹിയ്യാത്താണ്. പിന്നെ അത്തഹിയ്യാത്ത് എന്ത് ചെയ്യുക, 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത്. സുജൂദുള്ള പ്രാർത്ഥനകളൊക്കെ തന്നെ പഠിക്കുക. അപ്പോഴാണ് നമുക്ക് മനസ്സ് ഇങ്ങനെ പോകാതെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളാണ് ഇതൊക്കെ തന്നെ. പിന്നെ തഹിയ്യാത്ത് ഓതുക, അതൊക്കെ അള്ളാഹുവിനോടുള്ള സംഭാഷണങ്ങളാണ്. അത് അർത്ഥം പഠിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ച് ഫർദ് സുന്നത്തൊന്നും പറയില്ല. ഒരാൾ ചെയ്താൽ
അവൻ്റെ ഇത് ഹജ്ജും ഉംറയും ചെയ്ത കൂലിയുണ്ട് എന്നാണ് ഹദീസിന് ലാസ്റ്റ് പറയുന്നത്. എന്തേ പറഞ്ഞു? ഉമ്മ വെറ്റ കുഞ്ഞിനമായി ശുദ്ധീകരിക്കപ്പെടും. ഹജ്ജ് ചെയ്താലോ ഉമ്മ വെറ്റ കുഞ്ഞിനെ പോലെ ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ് ഉള്ള ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. കാര്യം ഓർക്കുക. അപ്പം ഇനി നമ്മൾ മറ്റൊരു വർത്താനം പറയാനുള്ളത്, ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ഇത് പുതിയൊരു നമസ്കാരമാണെന്ന് കരുതിയിട്ടുണ്ട്. മശൂർക്ക് നമസ്കാരമാണ്. സൂര്യ ഉച്ച ഉടനെ തന്നെ ഇപ്പം മനസ്സിലായില്ലേ വിഷയം? ഇത് പള്ളിയിൽ വന്നിട്ട് സുബഹിക്ക് പള്ളിയിൽ വരിക, എന്നിട്ട് അവിടെ ജമാഅത്ത് നിസ്കരിക്കുക, എന്നിട്ട് സൂര്യ ഉക്കോളം നിൽക്കുക, എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 2 നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഹജ്ജും ഉംറയും ചെയ്ത് കൂലിയുണ്ട് എന്ന് പറഞ്ഞ ഹദീസ് അത് ഹസനാണ്, ഗരീബാണ്, ലൈഫാണ്. പണ്ഡിതന്മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തെളിവുകളൊക്കെ തന്നെ. സാധാരണക്കാർക്ക് ഞാൻ സാധാരണക്കാരന് ഉപദേശം നൽകിയിട്ടുണ്ട്. ഇനി അതിന് പകരം എന്ത് ചെയ്താൽ മതി? വിശ്വാസമ ഒതു ചെയ്യുന്നതിനെ പഠിപ്പിച്ച മാതിരി ഒതു ചെയ്യുക, എന്നിട്ട് വിശ്വാസം നിസ്കരിക്കാൻ പഠിപ്പിച്ച മാതിരി നമസ്കരിക്കുക. ആ നമസ്കാരത്തിൽ അള്ളാഹു ധാരാളം ഓർക്കുക, ചിന്തകൾ അങ്ങ് പോകാതെ നമസ്കരിച്ച് കഴിഞ്ഞാൽ ഹജ്ജും ഉംറയും ചെയ്ത കൂലി എന്നാര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹ് മുസ്ലിം എന്നല്ല, ലൈഫല്ല, അതാണ് വാക്യം പോകേണ്ടത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ എന്തായി? അതിൻ്റെ എല്ലാ പാപങ്ങളും ഇന്ന് പൊറുക്കുകയും അതിന് ഉമ്മ ഒറ്റ കുഞ്ഞിനെ പോലെ സ്വീകരിക്കുകയും ചെയ്യും. ഇപ്പം ഈ നമസ്കാരം ഇപ്പം സുബഹിക്ക് വേണ്ടി പള്ളിയിൽ വന്നിട്ട് സൂര്യ ഉച്ച 2 റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അതിന് എന്ത് പേര്? മശൂർക്ക് നമസ്കാരം എന്ന് പേരുണ്ട്. പറഞ്ഞോളി. പക്ഷെ എന്തല്ല, അത് ദുഹ നമസ്കാരം തന്നെയാണ്. ഏതുമാതിരി നമ്മൾ രാത്രി തറാവീഹ് നമസ്കാരം എന്ന് പറയും. എന്തിന്? ഖിയാമുൽ ലൈലിന്, അല്ലെങ്കിൽ ഖിയാമു റമളാനിന്. റമളാൻ മാസത്തിൽ രാത്രി നിസ്കരിക്കൂലേ നമ്മൾ? അതെപ്പോഴും നിസ്കരിക്കേണ്ടത് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കേണ്ടത്. ആൾക്കാർ അത്താഴത്തിന് മുമ്പ് ചുരുങ്ങിയത് എത്ര നടക്കാൻ? 1 റക്അത്ത്. ഇനി വിത്ർ എന്ന് പറയും 11 റക്അത്ത് കൂടിയത്. ഇന്ത്യച്ച് നിസ്കരിച്ചാൽ അവസാനം 1 റക്അത്ത് നിസ്കരിക്കുക. 5 പ്രാവശ്യം നിസ്കരിച്ചാൽ 10ആയി. പിന്നെ 1 പ്രാവശ്യം നിസ്കരിച്ചാൽ 11 റക്അത്ത്. എശാന്റെ സുന്നത്ത് ശേഷം സുബഹിന്റെ ഇടയിൽ ആകെ 1 പ്രാവശ്യം നിസ്കരിക്കേണ്ടത് 11 റക്അത്താണ്. അതിൽ ചുരുങ്ങിയത് 1 റക്അത്ത്. ഇനിയിപ്പോൾ ആരെയും ഉറങ്ങി എഴുന്നേക്കൂല കഴിയുകയാണെങ്കിലോ എക്സസ്കാരം കഴിഞ്ഞോടെ തന്നെ എശാൻ സുന്നത്ത് ശേഷം 1 റക്അത്തോ 3 റക്അത്തോ 5 റക്അത്തോ 7 റക്അത്തോ 9 റക്അത്തോ ഇത് ചിന്തിച്ച അവസാനം 1. മനസ്സിലായ? വിത്ർ. അതിന് വിത്ർ എന്ന് പേരുണ്ട്, തഹജ്ജുദ് എന്ന് പേരുണ്ട്. ഒറ്റ നിസ്കരിക്കുമ്പോൾ വിത്ർ. ഉറങ്ങുന്ന എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട് എന്ത്? തഹജ്ജുദ്. മനസ്സിലായ? രാത്രി കുറേ നേരം സുദീർഘമായി നിന്ന് നിസ്കരിക്കുന്നതുകൊണ്ട് ഖിയാമുൽ ലൈൽ. റമദാൻ മാസം നിസ്കരിക്കുന്നതുകൊണ്ട് റമദാൻ. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു? തറാവീഹ് എന്നൊക്കെ പേര്. നിസ്കാരമൊക്കെ എന്താണ്? ഇതേ നമസ്കാരം തന്നെ. റമദാനിലും അല്ലാത്തപ്പോഴും നമസ്കരിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ചില പള്ളികളിൽ, വിചാരികളിൽ വരെ റമദാനിക്ക് ജോറായിട്ട് പള്ളിയിൽ നിസ്കരിക്കും. പിന്നെ ഇല്ല, അങ്ങനെ നിസ്വാദം പഠിപ്പിച്ചൊന്നുമില്ല. നിസ്വാദം ഏതാനും ദിവസം എന്ത് ചെയ്തു? പള്ളി വെച്ച് നിസ്കരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സൊല്ലു ഫീ ബുയൂത്തിക്കും പറഞ്ഞു. അഫ്ദുൽ സ്വലാത്തുൽ മർഫി ബിയദിഹി ഇല്ല മക്തൂബ. മനുഷ്യന്മാരോട് പറഞ്ഞ നമസ്കാരം വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് പള്ളി വെച്ച് നിസ്കരിക്കാനാണ്. അഫ്ദുൽ സ്വലാത്തുൽ മർഫി ബിയദിഹി ഇല്ല മക്തൂബ. ഫർദ് നമസ്കാരം ഒഴികെ, ഫർദ് നമസ്കാരങ്ങൾ ഒഴികെ എല്ലാ സുന്നസ്കാരം വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കുകയാണ് ശ്രേഷ്ഠത എന്ന് ആരെ പറയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഇതിലില്ല, ജനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം 2-3 ദിവസങ്ങളിൽ രാത്രി നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു റമദാനിൽ. പിന്നീട് ഇത് ചെയ്യുക, സാഹിബന്മാർ നിസ്കരിക്കാൻ വന്നു, പുറത്തിറങ്ങി നിസ്കരിച്ചില്ല, വീട്ടിൽ പോയി നിസ്കരിച്ചോളിയും സുന്നസ്കാരം അതാണ് ശ്രേഷ്ഠത എന്ന് പറഞ്ഞു. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തോളം പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കരിച്ചിട്ടില്ല, പേരയിലാണ് നിസ്കരിക്കുകയായിരുന്നു പതിവ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഉമർ ഖത്താബിൻ്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ജനങ്ങളൊക്കെ പള്ളി ചെറിയ ജമാഅത്തെ നിസ്കരിക്കുന്നത് കണ്ടപ്പം എല്ലാവരും ഒറ്റ ജമാഅത്ത് അയക്കാണ്ട് ഓരോ ഇമാമിനെ നിർത്തിക്കാണ്ട് അങ്ങനെ നിസ്കരിച്ചു ചോറ് ഒറ്റ ജമാഅത്ത് ആക്കട്ടല്ലോ എന്ന് കരുതി മൂപ്പരെ തുടർന്ന് നിസ്കരിച്ചിട്ടില്ല. മനസ്സിലായ? അതിൽ അന്ന് ആ കാലത്തിന് ശേഷം വിശ്വാസം നമുക്ക് മാതൃ കാട്ടി തന്നിട്ട് വിദ്യാർത്ഥിന് പറയാനും പറ്റില്ല. പക്ഷെ ശ്രേഷ്ഠത എന്താണ്? വീട്ടിൽ വെച്ചിട്ട് നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ മക്കളെ കൂട്ടിയിട്ട് ഒന്ന് നേറ്റുകാണ്ട് നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുന്നവർ ഖുശൂഉടെ കൂട്ടത്തിൽ ഉൾപ്പെടും, വാഫ്ലിങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അന്നെ പോലെയാണ് ഇത് മശൂർ നമസ്കാരം വേറെ, ദുഹാ നമസ്കാരം വേറെ ഇല്ല.
മനസ്സിലാണ്. സൂര്യൻ ഉച്ചയ്ക്ക് ശേഷം നമസ്കരിക്കുക, നമസ്കാരത്തിന് മുമ്പ് ബാങ്കിന് മുമ്പ് നിസ്കരിക്കേണ്ട നമസ്കാരത്തിൻ്റെ പേര് ദുഹയാണ്. അത് ആകെ നിസ്കരിക്കുന്നത് 8 റക്അത്താണ്. അത് ഈണ്ടിച്ച് 4 പ്രാവശ്യം നിസ്കരിക്കുക 8ആയി. മനസ്സിലായി. എത്ര നമുക്ക് നിസ്കരിക്കുക സുന്നത്തല്ലേ, ഫർളല്ലല്ലോ. അപ്പം അങ്ങനെ സൂര്യ ഉച്ചയ്ക്ക് ശേഷം അല്ലാതെ സുബഹിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അല്ലല്ല, സുബഹിന് മുമ്പ് ആരെങ്കിലും സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലേ, സുബഹിന് മുമ്പാണ് സുന്നസ്കരിച്ചില്ലാക്കുക. സുബഹിക്ക് കഴിഞ്ഞിട്ട് ഒന്നുമാക്കിപ്പോൾ ബാങ്ക് കൊടുത്തു, അതുപോലെ ജമാഅത്തിൽ വന്ന് ചേർന്നു. അപ്പം ജമാഅത്സ്കാരം കഴിഞ്ഞ ശേഷം ഒരു 2 റക്അത്ത് സുന്നസ്കരിക്കാം. മനസ്സിലായ? സുബഹിൻ്റെ മുമ്പിൽ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. അല്ലാതെ ആർക്കും ചെയ്യാൻ പാടില്ല, വേറെ സുന്നസ്കരിക്കാൻ പാടില്ല. ഇതുവരെ സൂര്യ ഉച്ച വന്നിരുന്ന വരെ. മനസ്സിലാണ്ടല്ലോ പറഞ്ഞത്? മനസ്സിലാണ്ടല്ലോ പറഞ്ഞത്? സുബഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒന്ന് മുറിയാതെ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അള്ളാഹു എന്ത് ചെയ്തു, മലക്കുകൾ പറിച്ചുകൊണ്ടിരിക്കും. നമ്മളെന്ത് ചെയ്യുന്നു, സൂര്യസ്കാരം കഴിഞ്ഞ് ഖുർആൻ പഠിപ്പിക്കും. അപ്പോൾ അത് മലക്കുകൾ എന്ത് ചെയ്യുന്നു, സദസ്സിൽ ഹാജരാകും. ആ മലക്കുകൾ നമ്മളെ സംബന്ധിച്ച് അള്ളാഹുവിനർക്ക് മുഖാരിബീങ്ങളായ മലക്കുകളോട് അള്ളാഹു നമ്മളെ സംബന്ധിച്ച് തൃപ്തി പറയും. ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഫർദായ കാര്യമാണേലും ഈ സുന്നത്തിസ്കാരെക്കാളും പ്രധാന ഫർള് കൂലിയിട്ടുള്ള കാര്യം എന്ത്, ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിക്കുക, ഹദീസ് അർത്ഥത്തോട് പഠിക്കുക, അത് ചർച്ച ചെയ്യുക, പള്ളിയിൽ ഇരുന്ന് കണ്ട്. പള്ളിയിൽ ഇന്ന പ്രത്യേക കൂലിയുണ്ട്. വീട്ടിൽ പോയി നമ്മൾ പഠിച്ചാലും കൂലിയുണ്ട്. മനസ്സിലായ? ഫർളാണ്. സുന്നത്തിന് ഏത് കർമ്മങ്ങളാകട്ടെ അതെന്താവുന്നു, ഫർളിൻ്റെ അത്ര കൂലി സുന്നത്തിന് കിട്ടൂല. മനസ്സിലായ? അല്ല, ഫർളിന് അത്ര കൂലി സുന്നത്തിന് കിട്ടൂല. മനസ്സിലായ? നമ്മൾ ചെയ്യുന്ന അമലുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താ, നമസ്കാരമാണ്. ഹജ്ജിനും ഉംറക്കും നോമ്പിനും സക്കാത്തിനൊന്നും ആ കൂലി കിട്ടൂല. അതിന് വിശ്വാസമ്മയോട് ചോദിക്കുകയുണ്ടായി, അയ്യുൽ അമാലു ഹബ്ബു ഇലല്ലാഹി തആല, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ ചോദിച്ചപ്പോൾ അസ്വലാത്തു വഖ്തിഹ, നമസ്കാരം സമയത്ത് നിസ്കരിക്കുകയാണ്. നമ്മൾ ജമാഅത്തെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുക. പിന്നെ തുമ്മൽ ബിർ, പിന്നെ ഏതാ ചോദിച്ചു, ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. മറ്റേ കുറ്റത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഏത് കുറ്റാണ് ഏറ്റവും വലുത്? അശ്ശിർക്ക്. ശരിക്കും പറഞ്ഞല്ലോ, ആരാധന അള്ളാഹുവിനോട് പ്രവർത്തിക്കുന്ന നേർച്ചകളോ വഴിപാടുകളോ രക്ഷാഭ്യർത്ഥിയും സഹായതേട്ടങ്ങളോ ഒക്കെ അള്ളാഹു ഒഴികളവർക്ക് മദീനകൾ ശിക്കലെ മതിശേക്ക് കാക്കലെ, അത് ശിർക്കാം. അള്ളാഹുവിന് മാത്രം അർപ്പിച്ചാൽ തൗഹീദായി. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ. അപ്പം ഷിർക്ക് ചെയ്യാണ് ഏറ്റവും വലിയ പാപം. രണ്ടാമതായി പറഞ്ഞല്ലോ, ഉമ്മ വാപ്പന്മാരെ പ്രയാസപ്പെടുത്താൻ രണ്ടാമതായി പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ കൽപ്പന ഷിർക്ക് ചെയ്യാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. രണ്ടാമത്തെ കൽപ്പന ഉമ്മ വാപ്പനൊക്കെ പുണ്യം നൽകുക, പുണ്യം കൊടുക്കുക, നല്ല നിലക്ക് പെരുമാറുക, രക്ഷ നൽകുക, ശുശ്രൂഷിക്കുക, രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുക, ഭക്ഷണം കൊടുക്കുക. വയസ്സായില്ലേ, ആ മക്കളെ ബാധ്യതയാണ്. ഒന്നാമത്തെ മനസ്സിലായ? ഒന്നാമത്തെ കാര്യം നമസ്കാരം, 5 വക്ത് നമസ്കാരം നിത്യജീവിതത്തിൽ അതിലുള്ളത്. മനസ്സിലാണ്ട? ഹജ്ജ് ജീവിതത്തിലൊരിക്കല്, നോമ്പ് കൊല്ലത്തിലൊരിക്കല്, സക്കാത്ത് കൊല്ലത്തിലൊരിക്കല്, ഫർള് നിത്യജീവിതത്തിൽ ഫർള് എന്താണ്? നമസ്കാരം. ആ 5 വക്ത് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പുണ്യകരമായ കാര്യം എന്താണ്? ഉമ്മ വാപ്പന്മാരെ നന്മ ചെയ്യുക. മനസ്സിലായ? അതേപോലത്തെ ഖുർആൻ ഹജ്ജ് അർത്ഥത്തോട് പഠിക്കുക, അത് ഫർളായ കാര്യം. അതുകൊണ്ട് അതിപ്പോഴും പഠിക്കാമല്ലോ. മനസ്സിലാണ്ട് പറഞ്ഞിട്ട് അവരും മനസ്സിലാണ്ട. അതിൻ്റെ അത്ര കൂലില്ല. എന്തിനു? ജിഹാദിന് വേണ്ടി. അള്ളാഹു മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിന് അത്ര കൂലില്ല. അതാണ് ശേഷം പറയുന്നത്. സുമ്പയ്യെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? അൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാഹു മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യാനാണ്, സമരം ചെയ്യുക. മനസ്സിലാകണ്ട? അപ്പം ഉമ്മ അപ്പന്മാർ വാദിക്കാരുണ്ടെങ്കിൽ ഒരു യുദ്ധത്തിന് പോകണ്ട, വാദത്തോടെ ഇരുന്നാൽ മതി. അപ്പം എന്താ ഞാൻ പറയാൻ കാരണം, ഫർളായ അമൽ കൊണ്ടല്ലാതെ എന്ത് ചെയ്യില്ല, അള്ളാഹുലേക്ക് ഒരാൾ അടുക്കില്ല. സുന്നത്തെ അമൽ, ഇപ്പം നമ്മൾ സൂര്യൻ ഫജ്ർ നിസ്കരിച്ച് പള്ളിയിലിരുന്ന് ദിക്റുകൾ ചൊല്ലി പിന്നെ സൂര്യ ഉച്ചയ്ക്ക് ശേഷം നടക്കുക സുന്നസ്കരിച്ച് ഹജ്ജും ഉംറയും കൂലി ഇട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂലി കിട്ടും. എന്തിന്? ഫർളായ നിസ്കാരം പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിച്ചാൽ. മനസ്സിലായ? അത് ഹജ്ജും ഉംറയേക്കാളും കൂലി കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫർളായ അമല് ആണ് സുന്നത്തെ ആണെക്കാളും കൂടുതൽ കിട്ടുക. അതുകൊണ്ടല്ലാതെ എൻ്റെ അടിയാൻ നിനക്ക് അടുക്കിയില്ല. ആ ഫർളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ വെച്ച് നമസ്കരിക്കുക. മനസ്സിലായില്ലേ? അത് ഹജ്ജിനേക്കാളും ഉംറയേക്കാളും കൂലി കിട്ടും. മനസ്സിലായ? അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി തരണം.
അത് നിമിഷമായിട്ട് ചോദിക്കുമ്പോഴും മുസ്ലിം പറയുകയുണ്ടായി, അള്ളാഹു തആല പറയുന്ന നിമിഷം റിപ്പോർട്ട് ചെയ്തു, മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഫ്ളു മിൻ അദായി മാ ഫറത് ബിഹി. അള്ളാഹ് പറഞ്ഞ വിശ്വാസം പറയണം. അള്ളാഹ് പറഞ്ഞ വിശ്വാസം പറയാ. എന്താ അള്ളാഹ് പറയേണ്ടത്? മാ സഖറബില്ലി അബദി, എൻ്റെ അടിയാനെ കടിക്കുന്നില്ല വിഷയിന് ഒരു കാര്യം കൊണ്ട്, അഫ്ളു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം കൊണ്ട്, മിൻ അദായി മഫ്തറത് ബി, ഞാൻ നിങ്ങൾക്ക് നിർബന്ധമാക്കിയ അമലുകൾ പ്രവർത്തിച്ചുകൊണ്ടല്ലാതെ ഒരാൾ ഇതിലേക്ക് അടുക്കിയില്ല. അത് ഫർളായ അമൽ ചെയ്തുകൊണ്ടല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമില്ല. അത് പിന്നാലെയാണ് സുന്നത്ത്. സുന്നത്ത് ചെയ്യണം. സുന്നത്ത് പ്രാധാന്യം എന്താണ്? ഫർളിൽ എന്തെങ്കിലും കുറവുകൾ വന്നാൽ സുന്നത്തിനോട് ഭരിക്കപ്പെടുക. നമസ്കാരം ഇപ്പോൾ ളുഹറിന് മുമ്പ് 4 റകഅത്ത്, ളുഹറിന് ശേഷം 4 റകഅത്ത് നിസ്കരിക്കണം. അങ്ങനെ ഓരോ നമസ്കാരത്തിന് ശേഷം മുമ്പേ സുന്നതങ്ങളുണ്ട്. അത് നിർവഹിക്കുന്നത് എന്തിനാ? ഞാൻ അസറിന് ശേഷം സുബഹിക്ക് സുന്നത്തില്ല കേട്ടോ. അഥവാ അസറിന് മുമ്പ് അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചെങ്കിൽ ശേഷം നിസ്കരിക്കുക. എന്തിനാണ് സുന്നത്ത് നിസ്കരിക്കേണ്ടത്? ഫർളിൽ എന്തെങ്കിലും പോരായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഈ സുന്നത്തിനോട് ഭരിക്കപ്പെടുക. എല്ലാ കാര്യങ്ങളും തന്നെ. ഹജ്ജ് ഫർള് ചെയ്തു, പിന്നെ എന്തിനാണ് ഹജ്ജ് ചെയ്യേണ്ടത്? ആ ഫർളായ ഹജ്ജിൽ എന്തെങ്കിലും പോരായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടും. നോമ്പ് ഫർളായ നോമ്പ് നോറ്റു, സുന്നത്ത് നോമ്പ് എന്തിനാ? അതിന് കുറവുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടും. സക്കാത്ത് നിർബന്ധം കൊടുത്തു, പിന്നെന്ത് ചെയ്തു? സുന്നത്തായതാണ് എന്ത് ചെയ്യേണ്ടത്? അതിലെന്തെങ്കിലും കുറവുകൾ പരിഹരിക്കാൻ. മനസ്സിലായില്ലേ? ഗവൺമെൻറ് വേണ്ട സുന്നത്തിൻ്റെ പ്രാധാന്യം. എല്ലാ കാര്യം ആദ്യമായി നമസ്കാരം നമ്മൾ ലോകത്ത് വിചാരം ചെയ്യല്. അപ്പം അതിന് കുറവുണ്ടെങ്കിൽ സുന്നത്ത് പരിശോധിക്കാൻ വേണ്ടി പറയും. അങ്ങനെ എല്ലാ കർമ്മങ്ങളും അങ്ങനെ തന്നെ. അതങ്ങ് വിജയിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള അനുവാദം കിട്ടുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഒരു ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കുക. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൻ ഹജ്ജ ലില്ലാഹി, ഹജ്ജ് കൂലി പറയാണ്, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫസ് വലം യഫ്സുഖ് റജഅ കയൗമി വലതുഹു ഉമ്മുഹു. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്. ഖുർആൻ നമ്മൾ പറഞ്ഞു കേട്ടാ. ഖുർആൻ ഹജ്ജിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറയുണ്ടായി. അതാ ഓതിക്കൊൽപ്പിച്ചുകൊണ്ടാണല്ലോ സൂറത്ത് ബഖറ ഓതിക്കൊൽപ്പിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അർത്ഥം പറയുണ്ടായി. അപ്പോൾ അവിടെയും പറയുന്നത് റഫസും പാടില്ല ഫുസൂക്കും പാടില്ല എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായ കർമ്മങ്ങൾ, ഹറാമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഒരാളെ എന്ത് ചെയ്തു? വിശദീകരണം നൽകിയിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് ജിദാൽ ഇവിടെ പറഞ്ഞില്ല. ഖുർആൻ അവിടെ ജിദാൽ തർക്കം നടക്കുക, വഴക്ക് നടത്തുക, അതോടെയും പറഞ്ഞു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഹലായ കാര്യങ്ങൾ തന്നെ പലതും ഹജ്ജിൽ നമുക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അതൊന്നും ചെയ്യാതെ അള്ളാഹിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതിരി ആരെങ്കിലും ഹജ്ജും ഉംറയും നിർവഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലത്തെ പറ്റി പറയണേ. പ്രതിഫലത്തെ പറ്റി പറയണേ. എങ്ങനെ? എന്താ പ്രതിഫലം? റജാക്കയൗമി വലതുഹുമു, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപങ്ങളെ പുറത്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക? അവന് ഹജ്ജും ഉംറയൊക്കെ ചെയ്ത് മടങ്ങുക. മനസ്സിലായണ്ട? അപ്പോൾ ഹജ്ജും ഉംറയും ചെയ്യുമ്പോൾ പിന്നെ പാടില്ല. മദീനത്ത് പോയി നബിയെ പാപം പുറത്തിരുന്ന ശിർക്കായിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പാപം പുറക്കാൻ അള്ളാഹിനോട് പറഞ്ഞത്. മനസ്സിലായില്ലേ? കാര്യങ്ങൾ വിശദം നൽകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെന്ത് ചെയ്യാൻ പാടില്ല? ശിർക്കും ബിദ്അത്ത് ചെയ്യാൻ പാടില്ല. അള്ളാഹുവേ പാപം പുറത്തേണേ, അള്ളാഹുവേ രക്ഷ നൽകണമേ, എല്ലാ രക്ഷ നൽകണമേ, പാപം പുറത്തേണമേ, നരകം രക്ഷിക്കണേ, സ്വർഗ്ഗം. ഇതൊക്കെ അള്ളാഹിനോട് വൈബിയാണ് മകനെ സഹായിക്കത്തണ. മനസ്സിലായ? അതാണ്. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ ഹജ്ജും ഉംറയും ചെയ്ത് അതിൽ വിരോധിച്ച കാര്യങ്ങൾ വിട്ടുനിന്നുകൊണ്ട് എങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജും ഉംറയും പഠിപ്പിച്ചു തന്നു. അപ്രകാരം ചെയ്തു വന്നാൽ ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ ശുദ്ധീകരിക്കും. പാപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഉമ്മ പെറ്റ കുഞ്ഞിന് കുറ്റുണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഹജ്ജ് ഫർദാണ് ജീവിതത്തിൽ ഒരിക്കൽ. തടിയാലും വഴിയാലും ആരോഗ്യമൊക്കെ ഉള്ളവർ ഹജ്ജ് ചെയ്യണം, നിർബന്ധമാണ്. എതിരുള്ളവർക്ക് എതിരുണ്ട്. അപ്പോൾ അല്ലാത്തവർക്ക് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഹജ്ജിന് പോയി ഒക്കെ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? ഇത്തരം കാര്യങ്ങൾ ഹജ്ജ് ചെയ്ത് കൂലി കിട്ടിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അതെന്താവുന്നു? ചില ഹദീസുകളൊക്കെ എന്താണ് ലൈഫുണ്ട്. ഇപ്പം ചില ആശയങ്ങളൊക്കെ എന്തായിരിക്കാം? മറ്റുള്ള ഹദീസുകളൊക്കെ അത് ഉറപ്പിച്ചതായിരിക്കാം സഹിയായിട്ട്. സഹിയായ കാര്യങ്ങൾ സ്വീകരിക്കുക, ലൈഫായ കാര്യങ്ങൾ നിങ്ങൾ തള്ളിക്കളയുക, സുന്നത്തായ കാര്യങ്ങൾ സ്വീകരിക്കുക, ബിദ്അത്തായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, ഹറാമായ കാര്യങ്ങൾ വിട്ടു നിൽക്കുക, ഫർളായ കാര്യങ്ങൾ ചെയ്യുക. സുന്നത്ത് ഫർളമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ
ഏറ്റവും ഭക്തിയുള്ള അടിമകളായി ജീവിച്ച് ഭരിക്കുവാൻ അള്ളാഹു ഞങ്ങൾക്കും തൗഫീഖുമാറാട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انا نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم. നബിയുടെ പേര് കേട്ടു സലാത്ത് ചൊല്ലിയും. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ ഞങ്ങളെ മുസ്ലിങ്ങളെ മരിച്ചു എല്ലാ വ്യക്തിത്വം പൂർത്തിയാണ് തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട് രോഗങ്ങൾ ഉള്ളവരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ആശുപത്രിയിൽ കഴിഞ്ഞു കൂടുന്നവരുണ്ട് ദുആക്ക് വസീയത്ത് ചെയ്തവരുണ്ട്. അവർക്കും ഞങ്ങൾക്കും ഒക്കെ തന്നെ ഞങ്ങളെ പ്രയാസങ്ങൾ ഞെരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നീ ഇല്ലാതാക്കി തരാനേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ട്, മറ്റുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ നീ എന്ത് ചെയ്യുന്നു അല്ലാഹുവേ ഹലാലായ മാർഗത്തിലൂടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് ഖുർആൻ എന്ന അർത്ഥത്തിൽ വായിച്ച് പഠിച്ചുകൊണ്ട് ഖുർആൻ എന്ന് വായിച്ച് പഠിച്ചുകൊണ്ട് മാതൃകളായി ജീവിച്ച് മരിച്ച് നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗ്ഗപ്രവേശിക്കപ്പെടുന്ന സത്യവിശ്വാസ കൂട്ടത്തിൽ അല്ലാഹു എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹമാകട്ടെ. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു ഹലാല ആവശ്യങ്ങൾ നിനക്കറിയാൻ തമ്പുരാനെ. അതെല്ലാം എന്ത് ചെയ്യണം, ഹലാല ആവശ്യങ്ങളൊക്കെ തന്നെ നീ ഞങ്ങൾക്ക് സാധിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങൾ അല്ലാഹു നിന്നുള്ള പ്രാർത്ഥിക്കില്ല, നിന്നുള്ള പാപം എനിക്കല്ല നേർച്ചകൾ അർപ്പിക്കില്ല, നിന്നോടല്ല ദുആ ചെയ്യില്ല. അതാണ് തൗഹീദ്, അതാണ് നീ പഠിപ്പിക്കുന്നത്, അതാണ് നീ ശരിയാ. അതിന് ജീവിക്കുന്ന വിശ്വാസം പഠിപ്പിച്ചു തരാത്ത ഇത്രങ്ങാനും ചെയ്യുന്നവരും കൂട്ടത്തിൽ നിന്ന് പെട്ടുപോകാതെ ഞങ്ങൾ അകറ്റി നിർത്തിയാനമേ തമ്പുരാനെ. ആമീൻ ആമീൻ ആമീൻ. അങ്ങനെ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗ്ഗത്തിൽ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ആമീൻ ആമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.